യോഗക്ഷേമ സഭ ഇന്നലെ, ഇന്ന്, നാളെ എന്ന് പറയുമ്പോൾ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് എല്ലാ മനുഷ്യനായാലും ഹിന്ദുക്കളായാലും അല്ലെങ്കിൽ ഒരു സഭയായാലും. ഞാൻ ആ തുടക്കം മുതലൊന്ന് എന്റേതായ കാഴ്ചപ്പാട് ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് അറിയാം. മറ്റു വളരെ ചുരുക്കിയേ വരുള്ളൂ. 7 വർഷമാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. ഞാൻ പറയുന്നത് നമുക്ക് യോഗക്ഷേമ സഭ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ യോഗക്ഷേമ മഹാമ്യഹം എന്ന് പറയുന്ന യോഗക്ഷേമത്തിന്റെ ഉദ്ദേശത്തോടു കൂടിയുള്ള യോഗക്ഷേമ സഭ സ്ഥാപിച്ചിട്ട് 7 വർഷമായിരുന്നു. 1908 അന്ന് യോഗക്ഷേമ സഭ സ്ഥാപിക്കുമ്പോൾ എന്തായിട്ടാണ് ആ സംഘടനയുടെ രൂപം? എന്തായിരുന്നു? കമ്പനിയായിട്ടാണ്. കമ്പനിയായിട്ട് സ്ഥാപിക്കുന്ന നേതൃത്വം കൊടുത്ത കുറൂർ ഉണ്ണിത്തം പരിപാടിയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഉദ്ദേശിച്ചാൽ, അതിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ പറഞ്ഞത് എനിക്കറിയില്ല. സാമൂഹ്യ പശ്ചാത്തലത്തിൽ കടന്നു പോകുമ്പോഴേ പൂർണ്ണമായിട്ട് നമ്മൾ ബോധ്യപ്പെടുകയുള്ളൂ. കാരണം അങ്ങനെ ഒരു കമ്പനിയായി നടത്താൻ ഉദ്ദേശിച്ച് സ്ഥാപിച്ച ഒരു സഭ പിന്നീട് അതിന്റെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം വരികയും അതൊന്നുമല്ലാത്ത വേറെ പല പല തലങ്ങളിലേക്ക് പോകുകയും ചെയ്തപ്പോൾ ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോന്നൊക്കെ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതിനൊരു വലിയ സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമേ, കാരണം ഒരു സാമൂഹ്യ പശ്ചാത്തലം മനസ്സിലാക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാനോ ഭാവി പ്രവർത്തനങ്ങളെ കരിപിടിപ്പിക്കാനോ കഴിയില്ല. ഏകദേശം അതേ കാലഘട്ടത്തിൽ നിന്ന് വന്നൊരു കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഘടനയാണ് ഏത്? ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം, SNDP. അതിന്റെ ഒറിജിനൽ പേരെന്തായിരുന്നു അറിയോ? അതിന്റെ പേരിന്റെ കൂടെ വേറെ സ്ഥലത്തിന്റെ പേരും ഉണ്ടായിരുന്നു, ശിവഗിരിയുടെ പേരും കൂടി ഉണ്ടായിരുന്നു. അത് സ്ഥാപിച്ചാരായിരുന്നു? നമ്മളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരെ. അത് 7 വർഷം സ്ഥാപിച്ചെന്ന് പറയോ? 1904 നമ്മളെക്കാൾ 4 വർഷം മുമ്പ് യോഗക്ഷേമ സഭ ഒരു ശിവരാത്രി ദിവസത്തിൽ ആലുവയിൽ വെച്ച് രൂപീകരിക്കുന്നത് തീരുമാനിക്കുന്നതിന് 4 വർഷം മുമ്പ് 1904 SNDP ശിവഗിരി SNDP യോഗം തീരുമാനിച്ചത്. അത് സ്ഥാപിച്ചതിന്റെ പ്രധാന വ്യക്തിത്വമാണ് ഡോക്ടർ പൽപു ആണ്. അതിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി സഹായിച്ച പ്രശസ്തനായിട്ടുള്ള കുമാരനാശൻ, പരിചയപ്പെടൽ വേണ്ടാത്ത ഒരാളാണ് മലയാളി. അത് സ്ഥാപിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം വീണ്ടും വായിച്ചു. കാരണം വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പുറത്താക്കിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ചർച്ചയ്ക്ക് വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ആ കമ്പനിയായിട്ട് തിരുവിതാംകൂറിൽ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അത് ഈഴവ സമൂഹത്തിന്റെ നേരത്തെ പറയുന്ന പോലെ വ്യവസായ പ്രവർത്തനങ്ങൾക്കും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി സ്ഥാപിച്ച ഒരു സ്ഥാനമാണ്. ഇതുമായി ആശാൻ ഗുരുവിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു രസകരമായ സംഭവം ഉണ്ടായി. ഗുരു ചോദിച്ചു, രജിസ്റ്റർ ചെയ്തു. ആശാനോട് ചോദിച്ചു, രജിസ്റ്റർ ചെയ്തു. എന്തായിട്ട് രജിസ്റ്റർ ചെയ്തത്? അപ്പൊ രജിസ്റ്റർ ചെയ്ത അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞു, ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇങ്ങനെയല്ലല്ലോ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ഈഴവർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞത്, പതിതർക്കും പാവങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സംഘടന ഉണ്ടാകാനാണ് ഞാൻ പറഞ്ഞത്. ആശാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ശ്രമിച്ചു. പക്ഷെ തിരുവിതാംകൂറിൽ അന്നത്തെ നിയമം അനുസരിച്ച് അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ മാറ്റി ചെയ്യേണ്ടി വന്നു. അതാണ് കാരണം എന്ന് പറയുന്നത്. ഗുരു എന്റെ അടുത്ത മറുപടിയാണ് ഏറ്റവും രസമുള്ള കാര്യം. ഗുരു പറഞ്ഞു, ആ നിയമം മാറിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്താൽ മതിയായിരുന്നല്ലോ. തന്നെയുമല്ല, അന്ന് മുതൽ ഇത് ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് മുതൽ ഗുരു ഒരു കാര്യം പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിന്നെ കുമാരു എന്നല്ല വിളിക്കുക, ആശാൻ എന്നാണ് വിളിക്കുക. അതിനുശേഷം ഒരിക്കലും ഗുരു കുമാരു എന്ന് വിളിച്ചിട്ടില്ല, ആശാൻ എന്നാണ് വിളിച്ചിട്ടില്ല. കാരണം ഗുരുവിനെ പഠിപ്പിക്കാൻ തിരുത്താൻ ശ്രമിച്ച ഒരാളെന്ന രീതിയിൽ ഒരു പരിഹാസ രൂപത്തിലാണ് അദ്ദേഹം ഒരുപക്ഷെ ഒരു ശിക്ഷ പോലെ കൊടുത്ത ഒരു കാര്യമായിരുന്നു. ഗുരുവിന് അതുപോലെ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പൊ ഞാൻ പറയാനുള്ള കാരണം, ആ കാലഘട്ടത്തിൽ നമ്മൾ മാത്രമല്ല, കേരളത്തിലെ മറ്റു പല സാമൂഹ്യ വിഭാഗങ്ങളും ഇത്തരത്തിലുള്ള ചിന്ത നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SNDP. അതിനൊരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? 1900 20ാം നൂറ്റാണ്ട് തുടങ്ങുമ്പോഴേക്കും മലബാറിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം, പൂർണ്ണമായി നേരിട്ടുള്ള ഭരണവും, മറ്റ് 2 സ്ഥലത്തും കൊച്ചിയിലും തിരുവിതാംകൂറിലും രാജഭരണത്തെ സ്വാധീനിക്കാവുന്ന തരത്തിലുള്ള അധികാരങ്ങളും അവകാശങ്ങളും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കിട്ടിയിരുന്നു. നേരിട്ട് ഭരിച്ചിട്ടില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ഭരിച്ചു.
ലോകം മുഴുവൻ മാറുകയാണ്. ലോകം മാറുന്നത് എങ്ങനെയാണ്? വലിയ തോതിലുള്ള ലോകത്തിലെ നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്ന് പറയാൻ നമുക്ക് നമ്മളുടെ കൃഷിയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു നാടുവാഴിത്ത സമ്പ്രദായത്തിലെ ജന്മി സമ്പ്രദായത്തിന്റെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കേരളം ആ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും കുറെ കൂടി മാറുകയും വാണിജ്യ വിളകളിലേക്ക് മാറുകയും ഒപ്പം തന്നെ ഒരു വാണിജ്യ പ്രാമുഖ്യമുള്ള സമൂഹത്തിലേക്ക് മാറുകയും ചെയ്തു. നമ്പൂതിരിമാർക്ക് ഇന്ന് മാറി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. മാറി നിന്നാൽ സംഭവിക്കുന്നത് നശിച്ചു. ഈ ഒരു കാഴ്ചപ്പാട് വളരെ കൃത്യമായി ഉണ്ടായിരുന്ന നേതാക്കളാണ് വാസ്തവത്തിൽ ഈ യോഗക്ഷേമ സഭയുടെ തുടക്കത്തിനും കാരണമായിട്ടുണ്ട്. പക്ഷെ എന്താ കുഴപ്പം? പ്രവർത്തിച്ച് തിരിച്ചു വന്നപ്പോഴേക്ക് സംഭവിച്ച കുഴപ്പം എന്താ വെച്ചാൽ ഈഴവ സമൂഹത്തിൽ പോലും അദ്ദേഹം ഒരുപാട് പ്രശ്നം ഉണ്ടായി. കാരണം വാണിജ്യം എന്ന് പറയുന്നത് എപ്പോഴും കമ്പോളവുമായിട്ട് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ ശുദ്ധാശുദ്ധങ്ങളൊന്നും പറ്റില്ല. മാർക്കറ്റിൽ യാതൊരു ശുദ്ധാശുദ്ധമൊന്നുമില്ല, ആചാരങ്ങളൊന്നുമില്ല. അവിടെ ഒറ്റ കാര്യമുള്ളൂ, പണം. ബാക്കി എന്തെങ്കിലും വന്നാൽ ഇതിനെ ബാധിക്കുന്ന ഒന്നും കമ്പോളം അംഗീകരിക്കില്ല. ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് കമ്പോളവൽകൃതമായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ അതിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു തന്റെ ഇടമോ അല്ലെങ്കിൽ ഭൗതികമായ സാഹചര്യമോ നമ്മുടെ സമുദായത്തിൽ അതുണ്ടായിരുന്നില്ല. ഞാൻ വളരെ വസ്തുതാപരമായിട്ടാണ് ഈ പറയുന്നത്. അഭിപ്രായത്തിന് വേണ്ടി പറയാം, സംസാരിക്കാൻ ശേഷം. അപ്പൊ അതുകൊണ്ട് ആദ്യമായി വേണ്ടത് ഈ നമ്പൂതിരി സമുദായത്തിലെ ഇത്തരത്തിലുള്ള ജന്മിത്വാടിസ്ഥാനത്തിലുള്ള ഈ ആചാരങ്ങളും ക്രമങ്ങളും രീതികളും മാറാതെ നമ്പൂതിരിമാർക്ക് നമ്പൂതിരി യോഗക്ഷേമ സഭയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റുമായിരുന്നില്ല. അതിന്റെ ഒരു പരിണിത ഫലമാണ് വാസ്തവത്തിൽ പിന്നീടുണ്ടായിട്ടുള്ള ഈ യോഗക്ഷേമ സഭയുടെ പ്രവർത്തനങ്ങളുണ്ടായിട്ടുള്ള വലിയ മാറ്റം. അതിനുശേഷം വീട്ടിൽ വന്നു, EMS വന്നു, ഒക്കെ അവിടെ നിൽക്കട്ടെ, അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്വജാതി വിവാഹവും വിധവാ വിവാഹവും ഒക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. നമ്പൂതിരി പെൺകുട്ടികളെ തിരുവിതാംകൂറിലും മംഗലാപുരത്തും കൊണ്ടുപോയി വിറ്റിരുന്ന രീതി അവസാനിപ്പിച്ചു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് കേൾക്കുമ്പോൾ ഞെട്ടുന്ന കാര്യമാണ് വാസ്തവത്തിൽ. ഇതൊക്കെ ഒരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്, ആണ് ഞാൻ പറയാൻ കാരണം. അങ്ങനെ വന്നു, വലിയ മാറ്റങ്ങൾ നടന്നു. അതിനുശേഷം 50കളാകുമ്പോഴത്തേക്കും യോഗക്ഷേമ സഭയുടെ അത്യാവശ്യം വേണ്ട ലക്ഷ്യങ്ങളൊക്കെ കൈവന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ സഭയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഒരുപക്ഷെ അത്തരത്തിലൊരു നിർദ്ദേശം, ഇങ്ങനെ കാര്യം നടപ്പാക്കി സഭ. പക്ഷേ അത്തരത്തിലൊരു നിർദ്ദേശം ആകെ ഭാരതത്തിൽ വച്ചിരുന്ന മഹാത്മാഗാന്ധിയാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചുവിടണമെന്നും ആ സന്നദ്ധ പ്രവർത്തനമാക്കണമെന്നും വേറെ സംഘടന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്നും പറഞ്ഞ ഒരാളാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി അത് പിന്നെ ആരും കേട്ടില്ല, വേറെ വസ്തുത. പക്ഷേ അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയ ഒരു സമുദായമാണ് വാസ്തവത്തിൽ നമ്മുടെ സമുദായം. തെറ്റോ ശരിയോ എന്നൊക്കെ നമുക്ക് ഇടാറില്ല. പിന്നലകളെ കാണുമ്പോൾ ഞാൻ കാണുന്ന എന്റെ രീതിയിൽ ഞാൻ കാണുന്ന ഒരു കാര്യം പറഞ്ഞു മാത്രമേ. അതിനുശേഷം അങ്ങനെ പോയി വീണ്ടും എന്താ പറയാ, നമ്മളുടെ ഭൂപരിഷ്കരണ നിയമം വന്നു. നമ്പൂതിരിമാരുടെ കയ്യിൽ നിന്ന് കേരളത്തിലെ ഒരു ജന്മി സമ്പ്രദായത്തിൽ നിന്നുള്ള വലിയൊരു മാറ്റം എന്ന രീതിയിൽ ഭൂ അവകാശത്തിനെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ വരികയും നമ്പൂതിരിക്ക് ഒരുപാട് ഭൂമി നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിനിടയിലും ഈ സഭ മുന്നോട്ട് വച്ച രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. സാമൂഹ്യമായി വിദ്യാഭ്യാസം നേടണമെന്നും, വെറും വിദ്യാഭ്യാസം നേടിയാൽ പോരാ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണമെന്നും അന്ന് പറഞ്ഞിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണമെന്ന് പറയുന്നത് കാരണമുണ്ട്. കാരണം ഇംഗ്ലീഷുകാർ ഭരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അതാതിന്റെ മേഖലകളിൽ അറിയുകയും ഇടപെടുകയും ചെയ്യുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണമെന്നല്ലായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിന്നിരുന്ന രണ്ട് പ്രധാന വിഭാഗങ്ങൾ, ഒന്ന് നമ്മുടെ നമ്പൂതിരിമാരും, മറ്റൊന്ന് മുസ്ലിം വിഭാഗമായിരുന്നു. മുസ്ലിം വിഭാഗം കഴിഞ്ഞ ശേഷമാണ് പണ്ട് സംഭവിച്ചത്. 1924 ശേഷമാണ് ഇതൊക്കെ. പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാനും വളരെ കാലം സംഭവിക്കുന്നത്. പക്ഷെ നമ്പൂതിരിമാരായി മുമ്പ് പറഞ്ഞു, അതിനുവേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി, സ്ത്രീകൾ വിദ്യാഭ്യാസം നേടണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ തരത്തിൽ ആവശ്യമായിട്ടുള്ള സാമൂഹ്യ ഘടകങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള വലിയ പ്രവർത്തനങ്ങളാണ് അതിൽ നടന്നത്. പിന്നെ അത് എന്തുമാത്രം മുന്നോട്ട് കൊണ്ടുപോയി എന്ന പ്രശ്നമുണ്ട്. അത് അവസാനിച്ചു. എന്തായാലും വിദ്യാഭ്യാസം നേടാതെയും സ്വയം ജോലി ചെയ്യാതെയും
ജീവിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത നമ്പൂതിരി സമുദായത്തിന് മനസ്സിലായി. വലിയൊരു മാറ്റം ഇത് വേറെ വലിയ ഉൾക്കാഴ്ച. മാത്രമല്ല, ഇനി ഞാൻ പറയും, ഒരുപക്ഷെ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഇത്രയേറെ സ്വാതന്ത്ര്യമുള്ള മറ്റൊരു സമുദായമില്ല. എവിടെ വേണമെങ്കിൽ പരിശോധിക്കാം. അന്തർജനങ്ങളായ നാടുകൾ, ഇപ്പോൾ ഞാൻ ഈ അന്തർജനം എന്നുള്ള വാക്കുകൾക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് അഭിപ്രായത്തിലുള്ള ആളാണ്, ചർച്ച ചെയ്യാൻ പറ്റി. അവരൊക്കെ പുറത്തായിട്ട് ഒരുപാട് കാലമായി. ഇനി അവരടുത്ത് കയറണമെന്നുള്ള കാര്യം ആലോചിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ ആലോചിക്കണ്ട, അവർ വിട്ടുകൊടുക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരികയും 70-ഓടുകൂടി ഏകദേശം വലിയ തോതിലുള്ള കേരള സമൂഹത്തിലെ മാറ്റങ്ങൾ വരികയും മറ്റു സമുദായങ്ങൾ വളരെ വേഗം വികസിക്കുകയും നമ്മൾക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെയും വന്നു. 70-കൾക്ക് ശേഷം സംഭവിക്കുന്ന ലോകത്തിന് വലിയൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ ശക്തിവത്തായ ഉദയമാണ്, സാമ്പത്തിക വികാസമാണ്. അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മേഖലയിലുള്ളതാണ് കേരളം. അത് മുസ്ലിം സമുദായത്തെ, കുറെ അല്ലാത്ത ആളുകളുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല, പക്ഷെ പ്രധാനമായിട്ടും മുസ്ലിം സമുദായത്തെ വളരെയേറെ സാമ്പത്തികമായി ശാക്തീകരിക്കാൻ ഇടകിട്ടിയ ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഉപയോഗം. അവിടെ നമ്പൂതിരിമാർ, പ്രത്യേകിച്ച് നമ്പൂതിരിമാർ മാത്രമല്ല, ഞാൻ നമ്പൂതിരിമാരെന്ന് പറയുമ്പോൾ നമ്പൂതിരിമാരും അവരുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന മറ്റ് അമ്പലവാസി സമുദായങ്ങളും ഒക്കെ ഉണ്ട്. അവരെ മറന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരൊരു ബന്ധം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ സംബന്ധം, നമ്മുടെ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് പേര്. അപ്പോൾ വാസ്തവത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വാസ്തവത്തിൽ ഇത് സ്വജാതി വിവാഹം കൊണ്ട് വാസ്തവത്തിൽ നേട്ടമുണ്ടായത് നമ്പൂതിരി സമുദായത്തിന് മാത്രമല്ല, അതിനേക്കാൾ വലിയ ആശ്വാസം ഉണ്ടായത് ഈ അവാന്തര വിഭാഗങ്ങൾക്കായിരുന്നു. അവർ രക്ഷപ്പെട്ടു അല്ലേ? അതാണ് വസ്തുത അതാണ്. അപ്പൊ അതുകൊണ്ട് ആ മാറ്റം സംഭവിച്ചു. 80-കൾക്ക് ശേഷം സംഭവിച്ച വലിയൊരു വ്യത്യാസമുണ്ട്. സ്വാമിജി എന്നത് വളരെ പച്ചയായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതിന് സൂചന ഞാൻ പറയുന്നത്, ഇത് ഒരിക്കലും വർഗീയമായിട്ടല്ല ഞാൻ ഈ പറയുന്നത്, വർഗീയമായിട്ടല്ല പറയുന്നത്, കേരളത്തിലെ സാമൂഹ്യ അവസ്ഥയെ അവലോകനം ചെയ്തുകൊണ്ട് മാത്രം പറയുന്നൊരു കാര്യമാണ്. 80-കൾക്ക് ശേഷം അത് ഇവിടെ മാത്രമല്ല, ലോകം മുഴുവനുണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അറിയാലോ, മുസ്ലിം രീതിയുള്ള സംവിധാനം. അവരുടെ സപ്പോർട്ടോട് കൂടി അതുവരെ ഉണ്ടായില്ലാത്ത രീതിയിൽ ഒരു പാൻ ഇസ്ലാമിക് കൾച്ചർ എന്ന് പറയുന്നത് ലോകത്തുള്ള ഇസ്ലാമുകളുടെ സ്വഭാവം മുഴുവൻ ഒരുപോലെയാക്കുന്നു. കാരണം അതുവരെ ഉണ്ടായിരുന്നത് അവരുടെ ഇതൊക്കെ നമ്മുടെ പള്ളി പോലെയോ വനം പോലെയോ ആയിരുന്നു അവരുടെ ഈ മസ്ജിദുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ്? പലരും മസ്ജിദ് കാണില്ല. വസ്ത്രധാരണത്തിൽ വന്ന മാറ്റങ്ങൾ, അതിനേക്കാളെല്ലാം ഉപരി സാംസ്കാരിക രംഗത്തുണ്ടായിരുന്ന വലിയൊരു ഇടപെടൽ കേരളത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. സങ്കടകരമായ കാര്യം, ഇതിനൊക്കെ ശ്രദ്ധാപൂർവം യുക്തിപൂർവം അവലോകനം ചെയ്യുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് പോലും മനസ്സിലാകാതെ പോയി എന്നുള്ളൊരു വസ്തുതയുണ്ട്. തുറന്നു പറയാൻ ആരും കുഴപ്പമില്ല. ഇത് നോക്കുക, അതിനുശേഷം സംഭവിച്ചിട്ടുള്ള പുസ്തക പ്രകാശന രംഗത്ത്, മാധ്യമ രംഗത്ത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയുടെ രംഗത്ത്, വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള കോൺക്ലേവുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ആ വിഭാഗം ഉണ്ടായിട്ടുള്ള നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾ നക്കുമിട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. സിനിമ ഹറാമായിരുന്ന ഒരു ഡാൻസും പാട്ടും സിനിമയും ഹറാമായിരുന്ന ഒരു വിഭാഗം കേരളത്തിലെ സിനിമാ രംഗത്തിലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായി മാറുകയും നിർമ്മാതാക്കളാകുകയും ചെയ്ത ഒരു ചരിത്രം, ഒരു ഹിസ്റ്ററി നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഇപ്പൊ പാവം കേരളത്തെ കുറിച്ച് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമൊന്നും അല്ലാതെ അവരുണ്ടാക്കിയ പ്രശ്നങ്ങളല്ല, ലോകം മുഴുവൻ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക ഘടകങ്ങളുണ്ട്. അതാണ് അതിന്റെ വസ്തുത. ഞാൻ അവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് അപ്പോഴും നമ്പൂതിരിമാർ പ്രശ്നത്തിലേക്ക് വന്നു. അങ്ങനെ 70-കളൊക്കെ ആയപ്പോഴൊക്കെയാണ് വീണ്ടും
നമ്മളിങ്ങനെ നിന്നാൽ പറ്റില്ല. യോഗക്ഷേമ സഭയുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള സംഗതിയോടുകൂടി ഈ ചർച്ചകളൊക്കെ ഞങ്ങളുടെ പ്രദേശത്ത് നടക്കുമ്പോൾ ഞാൻ കുട്ടിയാണ്, എനിക്ക് 13 വയസ്സാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിട്ട് തലയിലും പൂരിയും പടപ്പംപൂരിയും ഒക്കെ നമ്മുടെ അല്ലെങ്കിൽ വടക്കപ്പേട്ട രാജാവും ഒക്കെ പലപ്പോഴും എൻ്റെ അമ്മ ടീച്ചർ അമ്മയോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഞാനിത് സാക്ഷിയാണ്. അങ്ങനെയാണ് 76 വീണ്ടും ഈ യോഗക്ഷേമ സഭയുടെ രണ്ടാമത്തെ ഇത് വരുന്നതും. അതൊരു ട്രസ്റ്റായിട്ടാണ് പിന്നീട് ഉപയോഗിക്കുന്നത്. ഒരു കമ്പനിയല്ല, അല്ല ട്രസ്റ്റല്ല, കമ്പനിയാണ്. സൊസൈറ്റി ലാഭിച്ചില്ലാത്ത സാധനമാണ്. കമ്പനി അതല്ല, കമ്പനി ലാഭിച്ചുള്ള സാധനമാണ്. രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ധർമ്മസ്ഥാപനമാണ്, ധർമ്മസ്ഥാപനം. ഇതാണ് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അതിനുശേഷം അന്നും രസംഗ ഇതിനൊക്കെ മുൻപിലുണ്ടായിരുന്നത് അന്ന് സമൂഹത്തിലെ അറിയപ്പെടുന്ന ധനാഢ്യന്മാരായിട്ടുള്ള നമ്പൂതിരിമാരുണ്ടായിരുന്നു. അധികാരത്തവരല്ലേ, യാതൊരു സംശയം. ഇവിടെ മാറിയതാണ്. കാരണം അവർ പറഞ്ഞാലേ ബാക്കിയുള്ളവരൊക്കെ കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അവരുടെ പുറമായി ഒരുപാട് കാര്യങ്ങൾ വരികയും മാറുകയൊക്കെ ചെയ്തു, സംഘം ചെയ്തു. പക്ഷെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പം നമ്മൾ വന്നെത്തി നിൽക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉത്തരത്തിലെടുക്കാൻ ശ്രമിക്കാൻ വെച്ചു കിട്ടിയില്ല, പക്ഷത്തിൽ പോവുകയും ചെയ്ത അവസ്ഥ നമുക്കുണ്ട്. ഇത്തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനെ പരിശോധിക്കുമ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞെനിക്കറിയില്ല, വളരെ വസ്തുതാപരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. ഒന്നാണ്, നമ്മൾ പലപ്പോഴും SNDPയെ കുറിച്ചും NSSനെ കുറിച്ചൊക്കെ പറയും, ഇസ്ലാമിക അങ്ങനെയൊക്കെ പറയും. പക്ഷെ കുഴപ്പമെന്നാ അറിയും, ആ വിഭാഗത്തിൽപ്പെടുന്ന മൊത്തം ആളുകളുടെ എണ്ണം കേരളത്തെ മൊത്തം നമ്പൂതിരിമാരുടെ എണ്ണവും ജനസംഖ്യയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ല. അത്തരത്തിലുള്ള ഒരു അംഗബലം എന്ന് പറയുന്നത് നമ്പൂതിരിമാർക്കില്ല. മനസ്സിലാകാതെ പോയിട്ടില്ല. അതുകൊണ്ട് NSSനെ പോലെ SNDPയെ പോലെ ആകാൻ ശ്രമിച്ചാൽ നശിക്കുള്ളൂ, സംശയമില്ല. അങ്ങനെ വളരാൻ കഴിയില്ല നമ്മുടെ യോഗക്ഷേമ സഭയ്ക്ക്. അതാണ് പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. അപ്പൊ നമ്മളുടെ തന്ത്രങ്ങൾ മാറ്റേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെയാണ് നാളത്തെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത് പറയുന്നത്, ഭാവി തീരുമാനിക്കുന്നത് പറയുന്നത്, നമ്മൾ 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഒന്ന്, നമ്മുടെ ശക്തി എന്താണ്. 2, നമ്മുടെ ഇപ്പോഴത്തെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്. 3, നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ത്രെട്ട് എന്തൊക്കെയാണ്. അടുത്തത്, നമ്മുടെ സാധ്യതകൾ എന്തൊക്കെയാണ്. ഞങ്ങൾ മാനേജ്മെന്റിന്റെ സ്ഥിരമായിട്ട് വരുന്ന സാധനമാണ് സ്ട്രെങ്ത് വീക്ക്നെസ്. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കണം. അത് ഏതൊരു സ്ഥാപനത്തിന്റെയും ഏതൊരു സഭയുടെയും ഒക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് 800 പോലെ അറിഞ്ഞ് മാറി വരും. ചിഹ്ന നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. അതിനിടയ്ക്ക് ചെറിയൊരു കാര്യമാണ് നമ്മൾ പറയേണ്ടതുണ്ട്. ഒരു 70-80കളൊക്കെ കഴിയുന്നത് വരെ ഉണ്ടായിരുന്ന നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ ആരും നോക്കാനൊക്കെ ഇല്ലാതെ കിടന്ന ആരാധനാലയ കാര്യങ്ങൾ ഇപ്പോൾ അതിന് കുറയ്ക്കുന്നുണ്ട്. ഇല്ലെങ്കിലും അതിൻ്റെ ഒരു വേറെ തരത്തിലുള്ള ഒരു ഉയർത്തിരിപ്പ് അല്ലെങ്കിൽ ആളുകളുടെ ഒരു അംഗീകാരം അല്ലെങ്കിൽ വളർച്ച നമ്മൾ കണ്ടു. ഈ വളർച്ചയിൽ കാര്യമായിട്ട് നമ്പൂതിരിമാർക്ക് വലിയ ഗുണമായി കിട്ടിയിട്ടില്ല. കാരണം പലപ്പോഴും കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. കാരണം നമ്പൂതിരിമാർക്ക് മാത്രമായിട്ട് അതൊരു ക്ഷേത്രം കൊണ്ടെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അത് സംഭവിക്കുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിച്ചു. വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ നമ്പൂതിരി യുവതികളും യുവാക്കളും ഒരേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു 1990-കൾ മുതൽ വളരെ വലിയ രീതിയിലൊരു മാറ്റം വന്നു. സ്ത്രീകൾ വളരെ വേഗത്തിൽ വലിയ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥലങ്ങളിലേക്ക് പോവുകയും യുവാക്കൾ പല മേഖലകളിലും പിന്നോക്കം പോവുകയും ചെയ്യും. പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ ക്ഷേത്രങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ചില കാര്യങ്ങളാണ്.
ഞാൻ ഓരോ ക്ഷേത്രങ്ങൾ മാറ്റം വരുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. അത് എങ്ങനെ നേരിടുന്നതാണ് നോക്കണം. അത്യാവശ്യം കാശ് കിട്ടാൻ തുടങ്ങി ക്ഷേത്രങ്ങൾക്ക്. കാരണം ഞാനും 24 വയസ്സ് വരെ 25 വയസ്സ് വരെ എൻ്റെ അച്ഛൻ ശാന്തികാരനായിരുന്നു. ഞാൻ ശാന്തി നടത്തിയാണ്. 14 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ശാന്തിക്ക് പോയ ആളാണ് ഞാൻ. അന്ന് ശാന്തിക്ക് പോയാൽ കിട്ടുന്നത് എന്താണ്, എങ്ങനെ ശാന്തി നടത്തുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഒന്നും ഇങ്ങോട്ട് കിട്ടില്ല എന്നല്ല, പലപ്പോഴും കയ്യിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് സംഭവിച്ചത്. ആ രീതിയൊക്കെ ഒന്ന് മാറി അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടാകാം എന്നൊരു സംഗതികളിലേക്ക് വന്നപ്പോഴേക്കും വലിയൊരു വിഭാഗം നമ്പൂതിരി യുവാക്കൾ ആ മേഖലയിലേക്ക് മാറുകയും അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസ തലങ്ങളിൽ വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുകയും ചെയ്തു. കാരണം അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. രണ്ടും ഒന്നിച്ചു പോകാനൊക്കെ കുറച്ചൊക്കെ പറ്റി, കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ്. അതും ഒരു മാറ്റം വരുത്തി. ഇത് പിന്നീട് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമത്തോടെ കാണുന്ന അല്ലെങ്കിൽ വളരെ കാണുന്ന നമ്പൂതിരി യുവതികൾ നമ്പൂതിരിമാരല്ലാത്ത ആളുകളെ വിവാഹം കഴിക്കുന്ന രീതിയിലേക്കുള്ള വലിയൊരു പ്രവണത വികസിച്ചു വരികയും ചെയ്യും. അല്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു വസ്തുത സംഭവിച്ചു. ക്ഷേത്രങ്ങളുടെ ഉന്നതിയും ഇതുമൊക്കെ നമ്മളെ ചില തരത്തിൽ സാമ്പത്തികമായി സഹായിച്ചെങ്കിലും സാമൂഹ്യമായ പല കാര്യങ്ങളിൽ നമുക്ക് ഈ കാര്യങ്ങൾ കൊണ്ട് തിരിച്ചറികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തന്നെയല്ല, തുറന്നു പറയാം, ഇതിന്റെ അകത്ത് തന്നെ ഗുരുവായൂരിടയ്ക്ക് ഇത് തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുള്ള പ്രത്യേക വിഭാഗത്തിന്റെ സംഘടനകളുണ്ടായി. സംഘടന വേണമെന്നല്ല ഞാൻ പറയും. പ്രത്യേക സംഘടന ഉണ്ടാകുമ്പോൾ അതിന് ചില ശരിയായ രീതിയിൽ നടന്നില്ല ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള വളരെ സന്നിഗ്ധമായിട്ടുള്ള സാമൂഹ്യമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമുദായമാണ് ഹിന്ദുമതം. എന്നാൽ നമുക്ക് ഇന്ന് വിലപേശി രാഷ്ട്രീയ മേഖലയിലൊക്കെ വിലപേശി കൊണ്ട് മുന്നോട്ട് പോകാവുന്ന തരത്തിലുള്ള സംഖ്യാബലവും ഇല്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് വരേണ്ട പ്രവർത്തനങ്ങൾ സ്ട്രാറ്റജി എന്താ? ആന്തരികമായി നമ്മളെങ്ങനെയൊക്കെ മാറും, ബാഹ്യമായി നമ്മളെങ്ങനെയൊക്കെ മാറും. ഈ രണ്ട് കാര്യങ്ങളാണ്. ഞാനിത് ഒന്ന് കുറിച്ച് വയ്ക്കാൻ ശ്രമിച്ചു. ദൗർബല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊത്ത ജനസംഖ്യയുടെ ചെറിയ വിഭാഗമാണ്. മറ്റുള്ള സാംസ്കാരിക മത സംഘടനകളെ പോലെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇപ്പോഴും ശക്തമാകാത്ത സംഘടനാ പങ്കാളിത്തമാണ്. എത്രയാണ് മൊത്തം എത്ര ഗുരുവായൂരുണ്ട് കണക്കനുസരിച്ച്? അല്ല, നമ്മള് ഗുരുവായൂർ മൊത്തം എത്രയുണ്ട്? സംഘടന പറഞ്ഞത് പുതിയ ജനസംഖ്യയിൽ എനിക്ക് 4 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ അവർക്ക് തോന്നുന്നു. അത്രയില്ല, 2 ലക്ഷം 3 ലക്ഷം 2 ലക്ഷം. ഈ 2 ലക്ഷത്തിൽ 39,000 പേരുടെ റെപ്രസെന്റേഷൻ ആണ് നമുക്കുള്ളത്. SNDP തുടങ്ങിയ കാലത്ത് ഇതുപോലെയായിരുന്നു. SNDP ആകെ SNDPയുടെ റെപ്രസെന്റേറ്റീവായിട്ട് ഡോക്ടർ പൽപ്പും മറ്റേ കുമാരനാശാനും പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു 315 മെമ്പർമാരുണ്ടായിരുന്നു SNDP. പക്ഷെ SNDP ശക്തി എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു വരും. ശ്രീനാരായണ ഗുരുവിന്റെ സാന്നിധ്യമായിരുന്നു വാസ്തവത്തിൽ ഈഴവർ റെപ്രസെന്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞൊന്നും കണക്കുകളൊന്നും ശരിയല്ല. ഇപ്പൊ പറഞ്ഞ പോലെ അന്ന് എല്ലാവരും സ്വാമിയുടെ കൂടെ പിന്നാലാന്ന് പോകുന്നതെല്ലാം ഉണ്ടായിരുന്നു. SNDP അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, സ്വാമിക്ക് ചെയ്യാതെ ഗുരുവിന് ചെയ്യാതെ എല്ലാ ദോഷങ്ങളും ചെയ്യും. ഗുരുവിന്റെ ജീവിതം താറുമാറാക്കുന്ന ഒരു സംഘടനയാണ് SNDP. അല്ലെങ്കിൽ വേറെ വിഷയങ്ങൾ അറിയില്ല. അപ്പൊ അതുകൊണ്ട് സംഘടനാപരം മാത്രമല്ല, മറ്റു തരത്തിലുള്ള പല ശക്തികൾ നമുക്കുണ്ട്. ആ ശക്തികളെ നമ്മളെങ്ങനെ ലിവറേജ് ചെയ്യണം, അതിന് ഉപയോഗിക്കണമെന്നാണ് ആലോചിക്കേണ്ടത്. ഒപ്പം തന്നെ സമ്പത്ത് ഉത്പാദിപ്പിക്കുവാണ്. അത് പറഞ്ഞു സ്വാമിജി പറഞ്ഞത്. ചില ശ്രമങ്ങൾ കുറച്ചു കാലം നടന്നത് ഞാൻ പറയാം. എന്റെ നിർദ്ദേശങ്ങളൊന്നും നടന്നില്ല. സമ്പത്ത് ഉത്പാദിപ്പിക്കാവുന്ന മേഖലയിൽ നമ്മുടെ സാന്നിധ്യം വളരെ കുറവാണ്. വാണിജ്യ വ്യവസായ മേഖലകളിലൊക്കെ തന്നെ നമ്മുടെ പങ്കാളിത്തം കുറവാണ്. അധികാര മേഖലകളിൽ നിന്ന് പതുക്കെ നമ്മൾ പിന്നോക്കം പോയി, നഷ്ടപ്പെട്ടു. ഒരു MLA പോലും കൊണ്ടോ ഇല്ല. അതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട്
ആ തരത്തിലുള്ള അധികാര മേഖലകളിൽ നിന്ന് തന്നെയല്ല ഈ സമരത്തിൻ്റെതായിട്ടുള്ള സമീപനം വന്നതിന് ശേഷം അധികാരികളുടെ തലത്തിലുള്ള നമ്പൂരി സമുദായത്തിന്റെ പ്രാതിനിധ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, നമ്മളുടെ സംസ്കാരത്തെയും തനിമയെയും പാരമ്പര്യത്തെയും കുറിച്ചുള്ള നമ്മുടെ അവബോധം എത്രയാണ്? നമ്മളിപ്പോഴും സൂര്യനമ്പൂതിരിപ്പാടന്മാരായിട്ടാണ് സമൂഹം അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് അല്ല എന്നുള്ള ധാരണ നമുക്ക് സ്വയം ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റൂ. മറ്റൊന്ന്, പണ്ട് എന്റെ മാനപ്പെടുകാർ പറയും ഒന്നുമില്ല, ഇത് പണിയില്ല, കാര്യം മരക്കല വേരി വിളിക്കാം, ഒരു പണിയില്ല, എന്താ ചെയ്യാം, എന്നാ മരക്കല വേരി വിളിക്കാം, മരക്കല വേരി വിളിച്ചാൽ ആലോചിച്ച് ചോദിക്കാൻ പറയാനില്ല. അതുകൊണ്ട് ഇവിടെ ഒരു വിഷയവും രാഷ്ട്രീയം ചർച്ച ചെയ്യാത്ത അന്ന് ഇവിടെ ബ്രാഹ്മണിക്കൽ ഹേഗമണി വരും. അന്ന് ബ്രാഹ്മണാധിപത്യം ഇവിടെ വരും, മാധ്യമങ്ങൾ വരും, രാഷ്ട്രീയക്കാർ വരും, ചർച്ചകൾ വരും, വാട്സാപ്പിൽ നിറഞ്ഞു വരും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഡിജിറ്റൽ മീഡിയയിലൊക്കെ നിറഞ്ഞു വരും. ഇതിന്റെ പിന്നിലുള്ള വലിയൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നതിനെ സംബന്ധിച്ച യുക്തിപരമായ ധാരണകൾ നമുക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ പറയാനുള്ള ശരിയല്ല, മറ്റേതെല്ലാം പ്രസ്താവന ഒക്കെ ചെയ്യും. അതുകൊണ്ടൊന്നും സമൂഹം അംഗീകരിക്കില്ല. അതിനേക്കാൾ ഉപരി ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള വലിയ പ്രത്യേകിച്ച് സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എന്നറിയില്ല, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുറെ നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടുണ്ട്. അംബേദ്കറിസ്റ്റ് എന്നൊക്കെ പറയേണ്ടത്. അവരുടെയൊക്കെ ലേഖനങ്ങളിലൂടെ അവരുടെയൊക്കെ എന്താ പറയുക ഡിജിറ്റൽ മീഡിയയിലെ സംഗതികളൊക്കെ കടന്നു പോകുമ്പോൾ കാണുന്ന വലിയൊരു സംഗതി, ഒരു വലിയ കാര്യം പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മതത്തിന്റെ ഭാഗമല്ല, ഒരിക്കലും ആയിരുന്നിട്ടില്ല. ഈഴവർ പോലും അല്ല എന്നുള്ള വാദം നടന്നവരുണ്ട്. ഒരിക്കലും ആയിരുന്നില്ല. നിങ്ങൾ അവരുടെ കൂടെ നിൽക്കരുത്, നിങ്ങളെല്ലാം അവരുടെ കൂടെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു ഒരാളെഴുതിയത് ശ്രീനാരായണ ഗുരു ജാതിക്കലേക്ക് എത്രയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വലിയൊരു തെമ്മാടിത്തരം എന്ന് പറയുന്നത്. തെമ്മാടിത്തരം എന്ന് പറയുന്നത് ശിവനെയും വിഷ്ണുവിനെയും സുബ്രഹ്മണ്യനെയും ഒക്കെ കുറിച്ച് അദ്ദേഹം കൃതികൾ എഴുതിക്കളഞ്ഞു. ബ്രാഹ്മണികൾ ഹെഗമണിയെ അറിയാതെ അരക്കിട്ട് ഉറപ്പിച്ചുകളാണ് ഗുരു എന്നാണ് ഇന്നലെ വായിച്ച ഒരു കുറിപ്പിൽ ഞാൻ കാണുന്നത്. വലിയ പ്രചരണം നടക്കുകയാണ്. ഈ പ്രചരണത്തിനിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ അടിസ്ഥാന ഘടകത്തിലുള്ള അതിനൊരു വളരെ ഇക്വേഷൻ വളരെ ക്ലിയറാണ്. ഇതിന്റെ പിന്നിലുള്ള പ്രധാന ശക്തി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പാൻ ഇസ്ലാമിക് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള ശക്തി ഉൾപ്പെടെയാണ്. കാരണം ഒറ്റ ചോദ്യമാണ് വരുന്നത്, മുസ്ലിങ്ങളും ഇവിടുത്തെ പട്ടികജാതി പട്ടിക വിഭാഗം കൂടി കഴിഞ്ഞാൽ 45% പിടിച്ചെടുക്കാം. ജനാധിപത്യത്തിന്റെ സപ്പോർട്ട് വളരെ കൃത്യമായിട്ടുള്ള നമ്മുടെ സമൂഹ ഘടനയെ മുറിച്ചു മാറ്റി പരസ്പരം എതിർപ്പ് വരുത്തിക്കൊണ്ട് മറ്റൊരു തരത്തിലേക്ക് അതിന് വർഷമതായിട്ടുണ്ട്. ഇവരെ എഴുതുന്ന ലേഖനങ്ങളൊക്കെ പലപ്പോഴും പ്രസിദ്ധീകരണം നോക്കൂ. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ പരിശോധിച്ചോളൂ. ഇതിലൊക്കെ കൃത്യമായ അജണ്ടകളുണ്ട്. ഞാൻ ഈ അജണ്ട എന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ വർഗീയമായില്ല പറഞ്ഞു, വസ്തുതമായിട്ട് മാത്രമേ ഞാൻ പറയാം. ഇതെങ്ങനെ നേരിടണം എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാവരും ഹിന്ദുക്കളെല്ലാം ഒന്നിച്ച് അങ്ങനെയല്ല, അത് ചെയ്യാൻ കഴിയും. ചെറിയ ഭാഗമല്ല, ചെറിയ ആളുകളല്ല. തന്നെയല്ല, ഒരു കാലഘട്ടത്തിന്റെ വളരെയേറെ എന്താ പറയുക അപഹസിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ ദുരിതങ്ങൾ അനുഭവിച്ച ഭാഗങ്ങളുണ്ട്. ഇതെന്ന് നമുക്ക് പറയാൻ നോക്കി. പക്ഷെ അതിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്
അതല്ല, ഇന്നലകളെ കുറിച്ച് എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ മാധ്യമരംഗത്തെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ ഇന്നലെ കുറിച്ചല്ല സംസാരിക്കുക, ഇന്നലകളെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. കേരള സമൂഹം എങ്ങനെയാണ്, പ്രത്യേകിച്ച് കേരള സമൂഹം എങ്ങനെയാണ് പിന്നോട്ട് പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, നമ്മുടെ മനുഷ്യർ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്നലകൾ ജീവിക്കുന്നവരാണ്. ഇന്നലകൾ ജീവിച്ചുകൊണ്ട് നമുക്ക് നാളേക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഇന്ന് ജീവിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ സമുദായം എനിക്ക് മാറ്റത്തിൽ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സംബന്ധിച്ചത്. അത് വേണമെങ്കിൽ യുക്തിപരമായി കാര്യങ്ങളെ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളുള്ള ദൗർബല്യങ്ങളെ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. ആ ദൗർബല്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് എങ്ങനെയാണ് ഈ എണ്ണത്തിന്റെ കാര്യത്തിൽ കുറെ കൂടി മെച്ചപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ്. ഒന്ന്, കഴിയുന്നത്ര നമ്മുടെ വിഭാഗത്തിലെ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക, ചർച്ച ചെയ്യുക, കേൾക്കാൻ നമ്മൾ കൊടുക്കുക, അവരുമായി സംവദിക്കുക, അവർ പറയുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ തയ്യാറാകുക. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്. രണ്ട്, നമ്മളേക്കാൾ ബുദ്ധിമുട്ടുള്ള ചെറിയ വിഭാഗങ്ങളുടെ വാസ്തവം നമ്മൾ ഈ പറയുന്ന അമ്പലവാസി വിഭാഗങ്ങളിൽപ്പെട്ടവരെ സംബന്ധിച്ചു അതിനേക്കാളൊക്കെ അംഗസംഖ്യ വളരെ കുറഞ്ഞവരാണ്. അവരവരുടെ ഐഡന്റിറ്റിയൊക്കെ നിലനിർത്തുന്ന വലിയ പ്രശ്നമാണ്. കുറേ മാത്രമേ പ്രശ്നമില്ല. അവരുടെ സംസ്കാരങ്ങളും ആചാരങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ നമുക്ക് എങ്ങനെ ചേർത്ത് പിടിക്കാം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ ബാധിക്കുന്ന കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളിൽ അവരെ ചേർത്ത് നിർത്തുവാനുള്ള നേതൃത്വം നമുക്കുണ്ടാകുക എന്നുള്ളതാണ് സഭയുടെ വേറെ കാര്യം. പ്രവർത്തനം ചെയ്യാനല്ല ഞാൻ പറയുന്നത്, കുറെ കൂടി അത് മെച്ചപ്പെടുത്തേണ്ടിയിരിക്കും. ഇത് മാത്രമേ. മൂന്ന്, നേരത്തെ പറഞ്ഞ ആചാരപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരുത്തലുകൾ ആവശ്യമുണ്ട്. ഞാൻ പറയുന്ന അർത്ഥം ആചാരങ്ങൾ വേണ്ട എന്നുള്ളതല്ല. ആചാരങ്ങൾ എന്തിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആചാരങ്ങൾ നടത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്പൂതിരി എന്തിനാണ് സന്ധ്യാവനം ചെയ്യുന്നത്? സ്വാമി പറഞ്ഞ പോലെ ഞാൻ എന്തിനാണ് എന്ത് മുക്കിയാലും കൊടുക്കലത്തിൽ നിന്നാണെങ്കിൽ പോലും വെള്ളമെടുത്ത് സന്ധ്യാവനം മുറക്കരുത് രണ്ടു നേരമെന്നാണ് എന്റെ മുത്തശ്ശേരി എനിക്ക് പറയാനുള്ളത്. എന്താണ് സന്ധ്യാവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ എത്ര കുട്ടികൾക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ അർപ്പിക്കുന്നത് ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കുമാണ്. കാരണം ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബ്രഹ്മത്തെ തേടുന്നവനാണ് ഒരർത്ഥത്തിൽ. ബാക്കി ആർക്കും ഇല്ലാത്ത രണ്ടാമതൊരു ജന്മം നേടുന്ന, ഓങ്കാരം ഉപദേശിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ബ്രാഹ്മണൻ. ഓങ്കാരം തന്നെയാണ് ബ്രഹ്മം എന്നാണ് പറയുന്നത്. ഈ അർത്ഥത്തിൽ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കുന്നുണ്ട്. രണ്ട്, ഈ മൂന്ന് കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അല്ലെ, ധീ എന്നുള്ള വാക്കെന്താ വരും? എന്താണ് ധീ? ഞാൻ സംസ്കൃതം അറിയാതാണ്. ധീ എന്നുള്ള വാക്കിന് യഥാർത്ഥം എന്താ? ഒരു ബുദ്ധി എന്ന് മാത്രമേ ഉള്ളൂ. ധീ ഞാൻ കേട്ടിട്ടുണ്ട്. ധീ എന്നുള്ള വാക്ക് ബുദ്ധി എന്ന് പറഞ്ഞാൽ പോരെ. സംസ്കറിയാതെ ഞാൻ സംസ്കൃതം പഠിച്ചില്ല. ഞാൻ എന്റെ ധാരണ തെറ്റാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ധീ എന്ന് പറഞ്ഞാൽ നേരെയുള്ള ബുദ്ധിയാണ്. സ്ട്രൈറ്റ്, ഒരു ദീപം പോലെ നേരെ നിൽക്കുന്നൊരു ബുദ്ധിയാണ്. ഇപ്പൊ യോഗശാസ്ത്രത്തെ പറ്റി പഠിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. നിങ്ങളുടെ ബുദ്ധികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, കവിബുദ്ധിയെ കുറിച്ച് പറയുന്നുണ്ട്, ഉണ്ടല്ലോ. ബുദ്ധി ഉണ്ടാവും. ആ ബുദ്ധി എന്ന് പറയുന്നത് കർമ്മപ്രവർത്തനത്തിൽ ബുദ്ധി എന്ന് പറയുന്ന കാര്യത്തിൽ അതാണ് വിവേചനം നടത്തുന്ന കാര്യമാണ്. ആ വിവേചനം നടത്തുന്ന ആ ശക്തി എന്ന് പറയുന്നത് നേരെ അല്ലാന്ന് വെച്ചാൽ വിക്കട്ടായിട്ട് പോകും. രാവണൻ ബുദ്ധിമാനായിരുന്നല്ലോ, അപാര ബുദ്ധിമാനല്ല. ദുര്യോധന അപാര ബുദ്ധിമാനായിരുന്നു. പക്ഷെ എവിടെയാണ് ബുദ്ധിക്ക് എവിടെയോ വളവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ നമ്പൂതിരിമാരായി ബ്രാഹ്മണരെ ആഗ്രഹിക്കുന്നത് നേരെയുള്ള ബുദ്ധി വേണം. എന്തിനാണ്? പ്രചോദിപ്പിക്കാൻ. എന്ത് പ്രചോദിപ്പിക്കാൻ? ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്യാൻ പ്രചോദിപ്പിക്കാൻ. നേരത്തെ അദ്ദേഹം പറഞ്ഞു, നമ്മളെക്കാൾ കൂടുതൽ പറഞ്ഞു. ഒരിക്കലും ബ്രാഹ്മണൻ സ്വന്തം ആവശ്യമല്ല ചെയ്യുന്നത്, ലോകത്തിന് വേണ്ടിയിട്ടാണ്.
അതുകൊണ്ട് ഈ ധാരണ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ വഴിവിട്ട് പോകരുത് എന്നുള്ളൊരു കാര്യം ആവർത്തിച്ച് നമ്മുടെ തലച്ചോറിൽ രാവിലെ വൈകുന്നേരം പറയണം. അതുകൊണ്ടാണ് ഇത് മുടക്കരുത് പറയുന്നത്, വേറെ ഒന്നുമില്ല. ഇപ്പൊ ചെയ്തില്ലെങ്കിലും ഓർത്താലും മതി തന്നെ അഭിപ്രായം. ഈ ആചാരത്തിലേക്ക് ബുദ്ധിമുട്ട് ഞാനിലേക്ക് വരാം. അല്ലാണ്ട് 100 പ്രാവശ്യം കോരി വെച്ചിട്ടൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ എനിക്ക് ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സമാധാനമൊക്കെ കഴിഞ്ഞ ഒരു ചെറുപ്പകാലത്ത് എനിക്ക് കുറെ എന്താ പറയുക ഒരു വികട ബുദ്ധിയൊക്കെ വന്നിട്ട് ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത് വെച്ച് എന്റെ അമ്മയുടെ അമ്മ കൃഷി 4ാം ക്ലാസ് സ്കൂളിൽ പോയിട്ടില്ല, ഔദ്യോഗിക വിദ്യാഭ്യാസം കഴിക്കില്ല. എന്നോട് പറയും ഊണുനൂലല്ല, ഊണുനൂല് എന്ന് പറയുന്നത് ഊണുനൂലല്ല, യഥാർത്ഥ പേര് യജ്ഞോപവീതം എന്നാണ്. യജ്ഞം ഉപവീതം ചെയ്യുവാനായിട്ട്, കർമ്മം ചെയ്യുവാനായിട്ട് നിങ്ങൾ സ്വയം സത്യമെടുത്ത് ഉപയോഗിക്കുന്ന ഒരു അടയാളമാണ്. എന്നെ മുത്തശ്ശി പറയുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണനെ അങ്ങനത്തെ അതിൽ കാണേണ്ടതുണ്ട്. 3, ദേവന്മാരോടും ഋഷിമാരോടും പിതൃക്കളോടും നമുക്ക് വലിയൊരു കടമയുണ്ട്. ദേവന്മാരെന്ന് പറയുന്നത് നമ്മുടെ ആധിഭൗതിക ശക്തികളെ നിയന്ത്രിക്കുന്ന, സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തികളാണെന്ന് നമ്മൾ സങ്കല്പിക്കും. എല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. 99% നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, 1% നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ നിയന്ത്രിക്കാൻ പറ്റാത്തതിനെ കുറിച്ചൊക്കെ വേവലാതിപ്പടിക്കും, ബഹളമുണ്ടാക്കുകയും ചെയ്യും. നമുക്ക് നിയന്ത്രിക്കാവുന്ന നമ്മൾ നിയന്ത്രിക്കാതെ പോവുകയും ചെയ്ത അവസ്ഥയിൽ മനുഷ്യമോഹം മൊത്തത്തിൽ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അവരോടുള്ള കടമ, ഋഷിമാരോടുള്ള കടമ, ഋഷിമാരെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അറിവ് നൽകുന്നവരാണ്. ഇത്രയും അറിവ് നമുക്ക് തന്നെ, അറിവിന്റെ മുകളിലാണ് നമ്മളീ പോകുന്നത്. അവരോടുള്ള കടമ, പിതൃക്കളോടുള്ള കടമ. കാരണം പ്രാജാപത്യം എന്നൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട്, കാരണം ആധുനിക രീതിയിലുള്ള ഒരു ലൈംഗികതയെ കാണുന്ന കാഴ്ചപ്പാടല്ല നമ്പൂതിരിമാർക്കുണ്ടായിരുന്നത്. വാസ്തവത്തിൽ അതിന്റെ പ്രധാന ഘടകം എന്നുകൊണ്ട് പ്രാജാപത്യം തന്നെയാണ്. ആ പ്രാജാപത്യത്തിന്റെ ശുദ്ധതയ്ക്കും ഇതിനും വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഒരു കാലഘട്ടത്തിൽ ബാലവിവാഹം പോലൊരു സമ്പ്രദായം ഒന്നുണ്ടായിരുന്നു. ഞാൻ വിഷയം വേറെ സ്ഥലത്ത് ചർച്ച ചെയ്യുന്നതുകൊണ്ട്, കാരണം ചില പല സ്ത്രീകളും എന്നോട് എതിർക്കുന്നുള്ളതുകൊണ്ട് ഞാനത് പ്രത്യേകം പറയാം. ഞാൻ ആവശ്യത്തിലല്ല പറയാം, ഇന്നാ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആചാരങ്ങളെ നമ്മളുടെ വരും തലമുറയ്ക്ക് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വരും തലമുറകൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതും അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതും യോഗക്ഷേമ സഭ മുൻകൈയെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം. ഇതിനെപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പൊ പുണ്യാഹം പഠിപ്പിക്കുക. എന്നോട് ചോദിച്ചു, പുണ്യം പഠിപ്പിക്കുക നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിച്ചത്? എന്താ കുഴപ്പം? വൃത്തിയായിട്ട് പുണ്യാഹം ചെല്ലാൻ, അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചെല്ലാൻ അറിവുള്ള ആളുകൾ ചെല്ലിക്കൊണ്ട് താല്പര്യമുള്ളവർക്ക് കൊടുത്തോട്ടെ. അവർ പഠിച്ചോണ്ട് സൗകര്യം പോലെ പഠിച്ചോട്ടെ. അല്ലാണ്ട് അവർ വിളിച്ചിട്ട് പണ്ട് മുതലവരുടെ എണ്ണമായി ചെല്ലിക്കാനും നടക്കാത്തൊരു കാര്യമാണ്. നടക്കില്ലേ? അത്തരത്തിൽ വളരെ യുക്തിഭദ്രമായ രീതിയിൽ ഈ കാര്യങ്ങൾ എങ്ങനെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വൈകിക്കും അത്തരം കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ചില ആചാരങ്ങളെ നമുക്ക് ഒഴിവാക്കാം. ഉദാഹരണം ഞാൻ പറയാം. ഒരു മേലിക്ക് മുഖദർശനം എന്നൊരു സാധനമുണ്ട്. കേട്ടോ? വല്ല അർത്ഥമുണ്ടോ? പോയി വല്ല അർത്ഥമുണ്ടോ? ആദ്യമായിട്ട് വരൻ വധുവിന്റെ മുഖം കാണുകയാണ്. 1000 വട്ടം കണ്ടതിന് ശേഷം വീണ്ടും ഒരു മുഖദർശനത്തിന് ചെല്ലുന്നത് യാതൊരു അർത്ഥമില്ലേ. അത്ര സമയമാ ഇതിനു വേണ്ടി കളയാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞു മതി. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട്, ജീവിത രീതികളുമായി ബന്ധപ്പെട്ട് എടുത്തു മാറ്റേണ്ട ആചാരങ്ങൾക്ക് എടുത്തു മാറ്റിയത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അതർത്ഥം ആചാരങ്ങളോടുള്ള ഒരു തരത്തിലുള്ള കുറവല്ല, അത് ആവശ്യകതയാണ്. അതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ള കാര്യമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം കൃഷ്ണൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടി ഉണ്ട്. രാജ്യത്തെ നമ്പൂതിരി സമുദായത്തിൽ വൈവിധ്യങ്ങളുള്ള സമുദായമാണ് നമ്പൂതിരികളാണ്. നമ്മുടെ സാമൂഹ്യ രീതിയിൽ മാത്രമല്ല, ആചാരപരമായ കാര്യങ്ങളിലും മന്ത്രപരമായ കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുള്ള സമുദായം. അതെല്ലാം ചേർത്ത് ഒരുപോലെ ആകണം. വേണ്ടാകണ്ടേ?
ആ വൈവിധ്യങ്ങൾ, കാരണം എല്ലാം ഒന്നായി കഴിഞ്ഞാൽ അവസാനം ഒന്നും കേട്ടോ. വൈവിധ്യങ്ങൾ നിലനിൽക്കണം. ബൗധായന്റെ മന്ത്രങ്ങളും രീതികളും, അശ്വലായന്റെ മന്ത്രങ്ങളും, കൗശികികൾ അവരുടെ മന്ത്രങ്ങളും രീതികളിലും, ബാഹുലയ കുറച്ച് പേരുണ്ട് അല്ലെ, അങ്ങനെയല്ല, ബാഹുലകന്മാർ അവരുടെ രീതികൾ നിലനിർത്തിക്കോട്ടെ. പക്ഷേ പൊതുവായിട്ടുള്ള ആചാരക്രമങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞ യുക്തിഭദ്രമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ തന്നെയാണ് നിർത്തണം, പുറത്തൊരാൾക്കൊന്നും നിർത്തിയെടുക്കാൻ പറ്റില്ല. സർക്കാർ വരെ പറയുന്നത് മുമ്പത്തെ ആചാരങ്ങൾ വേണോ വേണ്ടെന്നുള്ളത് ആര് വേണം? പണ്ഡിത സദസ്സ് വേണമെന്നാണ്, ആചാര്യ സദസ്സ് വേണമെന്നാണ്. അതൊരു കാലഘട്ടത്തിൽ നമ്മൾ നടന്നിരുന്നു. ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചും നമ്പൂതിരിമാരുടെ ആചാരങ്ങളെക്കുറിച്ചൊക്കെ മൂഴിക്കുളം ശാലയിൽ നിന്നുണ്ടായിരുന്ന ചെപ്പേടുകളെ എടുത്ത് പരിശോധിച്ച് അവിടെ നിന്നാണ് തീരുമാനിച്ചിരുന്നത്. ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു. കാരണം ഇതൊന്നും കാലാകാലം നിൽക്കേണ്ട കാര്യങ്ങളല്ല, മാറ്റങ്ങൾ വരേണ്ട കാര്യങ്ങളാണെന്നുള്ളത് നമ്മുടെ ആളുകൾക്ക് തന്നെ അറിയാൻ പറ്റും. അത്തരത്തിൽ കാര്യങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നത് യോഗക്ഷേമ സഭ തന്നെയാണ് മുൻകൈയെടുക്കേണ്ടത്. അതിന് വേണ്ട ആചാര്യ സദസ്സോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് അതിനെ അംഗീകരിക്കുകയും അതിനനുസരിച്ചുള്ള രീതികളിൽ നമുക്ക് നിലവിലുള്ള ആചാര പദ്ധതികളിലും അതിന്റെ രേഖകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി നമ്മളത് പ്രചരിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇതിനെ കുറെ കൂടി ശുദ്ധവും വ്യക്തവും കൃത്യവുമാക്കി അതെന്താണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സമുദായത്തിന്റെ തലമുറകൾക്ക് ഉപയോഗിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ. മറ്റൊന്ന്, ഈ ആചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളിൽ ഉണ്ടായിരുന്ന വസ്തുതയെ സംബന്ധിച്ച ഈ ചർച്ച ഇന്നും തുടങ്ങിയിട്ടല്ല, ഏതാനും പോയി തുടങ്ങിയിട്ടാണ്. ഇതുപോലല്ല. അതുകൊണ്ടാണ് വാസ്തവത്തിൽ പൂർവ്വമീമാംസയും ഉത്തരമീമാംസ ഉണ്ടായത്. കണ്ടോ ഇല്ലേ? പൂർവ്വമീമാംസ മീമാംസയുടെ അർത്ഥം അറിയും. പൂർവ്വമീമാംസ എന്ന് പറഞ്ഞാൽ കർമ്മോന്മുഖവും കർമ്മങ്ങൾക്ക് പ്രാധാന്യമുള്ളതും അത് വേദം തന്നെ എഴുതാൻ. ഉത്തരമീമാംസ എന്ന് പറയുന്നത് ആത്മജ്ഞാനത്തിന് മുന്തിയ, കർമ്മത്തെക്കാൾ ആത്മജ്ഞാനത്തിന് മുന്തിയ പ്രവർത്തനങ്ങളുടെ വ്യത്യാസമാണ്. അവസാനം വന്നു നിൽക്കുന്നത് വേദാന്തത്തിലാണ്, നമ്മുടെ ഉപനിഷത്തുകളിലാണ്, ശങ്കരന്റെ വേദാന്ത ദർശനത്തിലാണ് വന്നത്. അതുകൊണ്ട് ഈ ആചാരങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ അന്നും നടന്നിരുന്നു. നമ്മുടെ സമൂഹം ഒരിടത്തും ചോദ്യം ചെയ്യപ്പെടാതെ എന്നെ വാങ്ങിയിരുന്ന കുറെ ആളുകളല്ല. വേദങ്ങളിൽ തന്നെ കൃഷ്ണയജുർവേദവും വാചസൈന്യം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ കൃഷ്ണയജുർവേദ സാധനം പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും അല്ലെങ്കിൽ മറക്കുകയും അത് കുതിരയായി എനിക്ക് വീണ്ടും അതിനോട് തിരിച്ചു ജനിച്ചുമല്ല കഥകാരി പറയുന്നുണ്ടെങ്കിലും അതിനൊരുപാട് മാറ്റങ്ങൾ വരുത്തുന്നത് തന്നെയാണ്. ഓരോ സ്കൂളുകളിൽ നിന്നാണ് നമ്മളിത് അന്ധമായിട്ട് കണ്ടിട്ട് കാര്യമില്ല, വളരെ യുക്തിഭദ്രമായിട്ട് കാണും. ആദ്യം മീമാംസ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം റിസർച്ച് മെത്തഡോളജിയിലാണ്. സംസ്കാരവരുടെ അഭിപ്രായം എന്തെങ്കിലും പറയുള്ളൂ. റിസർച്ച് മെത്തഡോളജി എന്നാണ്. അത്ഭുതപ്പെട്ടു പോകും എന്ന കാര്യം ചിന്തിക്കപ്പെട്ടു. കാരണം മീമാംസയെ സംബന്ധിച്ച് അത്രയും സമയത്ത് ന്യായശാസ്ത്രത്തെയും അതിനെ കുറിച്ചൊക്കെ ശങ്കരൻ ഒരുപാട് ഉദാഹരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിനെ തള്ളിക്കൊണ്ടൊന്നുമല്ല ശങ്കരന്റെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്, പറ്റി പറയാൻ പറ്റും. അപ്പൊ അതിനെ നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ച അതിന്റെ ധാരണകളെ സംബന്ധിച്ച കേരളത്തിന് അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കേരളത്തിൽ അതിൻ്റെതായുള്ള ഒരു പ്രത്യേക രീതിയിൽ സമീപിച്ച ഒരു സമൂഹമാണ് കേരളം മുഴുവൻ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച്. നമുക്ക് നമ്മുടെ യൂണിക്നെസ് ഉണ്ട്, പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ വീണ്ടും നമ്മൾ ഇതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് പോകേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. വ്യാഖ്യാനങ്ങളല്ല, വ്യാഖ്യാനങ്ങൾ നിൽക്കട്ടെ. ശങ്കരൻ അതൊന്നും മോശമല്ല എനിക്ക് പറയുന്നത്. താല്പര്യമുള്ളത് എല്ലാവർക്കും പോകാൻ പറ്റില്ലേ? താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റും. അതിന് ഒരു സംവിധാനം നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട്. അബദ്ധധാരണകളെയും അനാചാരങ്ങളെയും ഒഴിവാക്കുവാനും വസ്തുതകളെ കൃത്യമായി കാരണം ഈ മാത്രമൊന്നും ഒരിക്കലല്ല, മറ്റേതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് യാഗാധിഷ്ഠിതമായിരുന്ന കർമാധിഷ്ഠിതമായിരുന്ന പൂർവ്വമീമാംസയെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഉത്തരമീമാംസ വന്നത്.
അതാണ് പിന്നീട് ശങ്കരൻ ഉൾപ്പെടെ അതിൽ കേരളത്തിൽ വലിയൊരു പങ്കുണ്ട് അല്ലെ പറയാൻ കാരണം അത് സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്പൂതിരിമാർ മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള പങ്ക് എന്താണ്? പെട്ടെന്ന് ചോദിച്ചാൽ അത് പറയും നാരായണീയം പറയും, നാരായണനെ കുറിച്ച് പറയും. വലിയ പങ്കുവച്ചില്ല ഞാൻ പറയുന്നത്. ഇത് കുറച്ച് പറയാം, പൂന്താനത്തെ കുറിച്ച് പറയും. എത്ര പറയാൻ പറ്റും? എത്ര പറയാൻ പറ്റും? ഇതെന്താണെന്ന് വെച്ചാൽ, അതായത് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനത്തിൽ വലിയ സാന്നിധ്യമായിരുന്നു നമ്പൂതിരിമാർ. അത് നമ്മൾ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ നമ്പൂതിരിമാരോട് ചോദിച്ചാൽ പോലും പെട്ടെന്ന് പറയാൻ പോകുന്ന രണ്ട് പേര്, ഒരു പേര് സംശയ നാരായണി, അപൂർവം ചില ആളുകളാണെങ്കിൽ മൂന്നാറിനെ കുറിച്ച് പറയും. മൂന്നാറിന് അപ്പോഴും പട്ടേലിയുടെ ഒപ്പമല്ല എന്നൊരു വിശ്വസിക്കുന്നതാണ്. പക്ഷെ പട്ടേലിന്റെ മുകളിലാണ് മൂന്നാറിനുള്ളത് വായിക്കാൻ കൊടുത്തത്. സ്വാമികൾ പറഞ്ഞാൽ എനിക്കൊരു നാരായണി പഠിക്കുന്നതല്ലാത്ത ഞാൻ പറഞ്ഞു. നാരായണ പഠിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം. വളരെ വലിയ കൃതിയാണ്, കൃതിയാണ്. അത് പഠിക്കണ്ടല്ലോ. പലപ്പോഴും മൈക്വലാണ് പറയാനും നോക്കില്ല, പറയാണ്ടിരിക്കാനും നോക്കിയില്ല. നമ്മൾ കുടുംബത്തിൽ നാലിൽ കേട്ടു. ഞാൻ പറയുന്നത് തെറ്റ് ചെയ്യാത്തൊരു ഫലമുണ്ടെന്ന് പറയുന്നതാണോ? പക്ഷേ അത് യഥാർത്ഥ രീതിയിൽ കൃത്യമായ അർത്ഥത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഉച്ചാരണമൊക്കെ തെറ്റി. നമ്മുടെ ചാനലുകാർ വാർത്ത വായിക്കുന്ന പോലെ മംഗളി ഇംഗ്ലീഷുമല്ല മലയാളമല്ലാത്ത വാക്കിൽ ഒന്നും അർത്ഥമില്ലാത്ത വാക്കിൽ ഉണ്ടായി വളരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ എണ്ണം മാത്രം പോരാ, അതിൻ്റെ ഗുണവും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധിക്കുന്നതിൽ കാര്യമായി പങ്കുവഹിക്കാൻ കഴിയുന്ന സമുദായമാണ് ഉപയോഗിക്കുന്നത്. അത് വേണമെന്നാണ് കഴിക്കുക. അതുകൊണ്ട് അതൊന്ന്. മറ്റൊന്ന് കർമ്മങ്ങൾ ചെയ്തതാണ്. നേരത്തെ സംസാരിക്കും, ഇവിടെ മരിച്ചു. സംസ്കരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായ കണക്കനുസരിച്ച് സംസ്കാരം ആർക്ക് നടത്താവുന്നതാണ്. പക്കത്ത് മാത്രമേ സംസ്കാരം നടത്താവുന്നു എന്നും പറഞ്ഞിട്ടില്ല. അതിന് സാമൂഹിക കാരണമുണ്ട്. മക്കൾ വരുന്നവരെ അന്ന് അധ്യാപന സംവിധാനമൊന്നും കഴിഞ്ഞു അവരുടെ ചെയ്യുന്നതാണ്. സംസ്കാരത്തിന് ഉത്തരവാദിത്വം വാസ്തവത്തിൽ അയൽവക്കക്കാർക്കായിരുന്നു, മറ്റ് മറ്റു ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു. അങ്ങനെ സാമൂഹികമായ ആവശ്യമാണ്. അപ്പൊ അതിന്റെ പ്രശ്നം ഇപ്പോൾ നടന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയാവുന്ന സ്ത്രീകൾക്ക് പറഞ്ഞറിയാവുന്ന ആളുകൾ വളരെ കുറവാണ്. പലപ്പോഴും അവരുടെ സൗകര്യത്തിന് വേണ്ടി അത് മാറ്റി വയ്ക്കേണ്ട അവസ്ഥ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യമുള്ള ആർക്കും ചെയ്യാവുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച വിപുലമായ ഒരു പഠനവും അറിവും നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകും. ഒരു പ്രദേശത്ത് ഒരാൾ മരിച്ചാൽ സംസ്കാരത്തിന് ആ പ്രദേശത്തെ ഒരാളുടെ സഹായം ലഭ്യമാക്കാനുള്ള സംവിധാനം ഇപ്പോൾ സംസ്കരിക്കാൻ സംവിധാനമായി ഏത്. അപ്പൊ അതുപോലെ അതിന്റെ പ്രായോഗിക വശമാണ്. അതിന്റെ മറ്റൊരു വശം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ എന്താ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കേട്ട് നടന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ആചാരപരമായ കാര്യങ്ങളിൽ ഭൗതികമായിട്ടും അതിന്റെ ഘടനയെ സംബന്ധിച്ചും അതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു പുനഃപരിശോധന അത്യാവശ്യമാണ്. അതായത് നടന്നിട്ട് അതിനെ യോജിച്ച സഭയ്ക്ക് മുൻകെടുക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ലോകം കണ്ട ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്നു സംഗമഗ്രാമനാഥൻ. ഞാൻ ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് മാത്രമല്ല, 4-ാം നൂറ്റാണ്ടിൽ വരരുചി മുതൽ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിലെ 19-ാം നൂറ്റാണ്ട് വരെയുള്ള ദീർഘമായിട്ടുള്ള ഗണിത ജ്യോതിഷ പണ്ഡിതന്മാരുടെ കണക്കുകളെടുത്താൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സമുദായമായിരുന്നു നമ്മുടെ സമുദായം. ഗുരുവായൂർ എല്ലാ സ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. കൃഷ്ണനുണ്ട്,
ശങ്കരന്മാരൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഗുരുക്കന്മാരൊക്കെ നമ്പൂതിരിമാരുണ്ട്. ആ നമ്പൂതിരിമാരുടെ വലിയൊരു സാന്നിധ്യം ഞാൻ കഴിഞ്ഞ ദിവസം ലിപിയുടെ ഒരു പുസ്തകം വന്നിട്ടുണ്ട്. ഏകദേശം 112 പേരുകളിൽ 96 പേരും നമ്പൂതിരിമാരാണ്. 4-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ 19-ാം നൂറ്റാണ്ട് കണക്കിനുമാനായി പറയുന്നത്. നമുക്ക് എത്ര പേർക്ക് അറിയാം? നമ്മുടെ പലരുടെ ഇല്ലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അപൂർവമായ പല ഗ്രന്ഥങ്ങളുമുണ്ട്. നമുക്ക് എത്ര പേർക്ക് അറിയാം? ഇപ്പൊ അത് പരിശോധിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും അതിനുപോലും തയ്യാറല്ലാത്ത നമ്പൂതിരിമാരെ നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പുസ്തകം തന്നെയാണ്, മാധവന്റെ പുസ്തകമാണ്. സംസ്ഥാന ഗവൺമെന്റ് പ്രിന്റ് ചെയ്തിരിക്കണ്ടോ? ഇപ്പോഴാണ് സർക്കാരാകുമ്പോൾ ഇങ്ങനെ സാധനം കേൾക്കണം, മാധവൻ കേൾക്കണം. 18 വർഷം മുമ്പ് ലോകത്തിൽ ന്യൂട്ടന്റെയും ഗ്രിഗറിയുടെയും ഒക്കെ പേരിന്റെ കൂടെ അതിന് മുമ്പിൽ മാധവന് ചേർക്കപ്പെട്ട ഗ്രിഗറി സീരീസിൽ മാധവൻ ഗ്രിഗറി സീരീസിനാണ് അറിയപ്പെടുന്നത്. മാധവൻ ന്യൂട്ടൺ കൺസെപ്റ്റിനാണ് അറിയപ്പെടുന്നത്. കലനശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ കാൽക്കുലസിന്റെ തുടക്കക്കാരനായി കണക്കാക്കപ്പെട്ടിരുന്നത് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എന്താ പറയാ ന്യൂട്ടൺ ആണെങ്കിൽ 200 വർഷം മുമ്പ് 175 വർഷം മുമ്പ് ആ മേഖലയിൽ വലിയ സംഭാവന ചെയ്ത ഗണിതശാസ്ത്രജ്ഞരായിരുന്നു. അതുപോലെ മാധവനെ സംബന്ധിച്ച ലോകം കേട്ടു നമ്മൾ ഇതുവരെ കേട്ടാൽ നമ്മുടെ ഈ കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ട് അതിന് മുന്നേറ്റ കാലത്ത് തൃശ്ശൂർ ഇതാണ് സെമിനാർ വെച്ചു. 18 പേരൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്കും പ്രഗത്ഭരായിട്ട് ആളുകൾ ക്ലാസ് കിട്ടും. വലിയ പ്രധാനമാണ് കുറച്ചുകൂടി കാലം ഇപ്പൊ സർക്കാർ ഇപ്പൊ തുടങ്ങി. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലർ കഴിഞ്ഞ ദിവസം ഞാനവിടെ നടത്തി. സ്ഥലം കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. സ്ഥലം കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. തീരുമാനമല്ലേ? മനസ്സിലായോ? അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരിൽ ഒരു ആര്യപ്പള്ളി പരമേശ്വരൻ ഒഴിച്ചാൽ ആരും നമ്പൂതിരിമാരല്ല. ആരും നമ്പൂതിരിമാരല്ല. കേരളത്തിൽ ഈ മേഖലയിൽ വലിയ സംഭാവന ചെയ്ത് സ്വന്തം ജീവിതം പോലെ നശിപ്പിച്ച നഷ്ടപ്പെടുത്തിയ ഈ സരസ്വതിയമ്മ എന്ന് പറയുന്ന ഒരു രാജലക്ഷ്മിയുടെ ചേച്ചിയാണ്. ചെയ്യാം 800ഓളം പുസ്തകങ്ങൾ എന്താണ് അടിസ്ഥാന രേഖകൾ പരിശോധിച്ച് തരം തിരിച്ച് ഈ കാര്യങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഇതുവല്ല ദേവി ശർമ്മ എന്ന് പറയുന്ന ഒരു തമിഴ്നാടനാണ്. ഇന്ന് മേഖലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തുന്ന ആള് സുന്ദരേശൻ തിരിച്ചുള്ളത് അദ്ദേഹം തമിഴ്നാടനാണ്. ആ മേഖലയിൽ വലിയ സംഭാവന നടത്തിയിട്ടുള്ള രാജശേഖരൻ നമ്പൂതിരിയല്ല, ഡോക്ടർ വിജയലക്ഷ്മി നമ്പൂതിരിയല്ല. ഞാൻ ഏകദേശം 25-30 ആളുകളുടെ കൂട്ടായ്മ കണ്ടെത്തി. അത് നമ്പൂതിരി പറഞ്ഞ ആര്യപ്പള്ളി പരമേശ്വരൻ ഒറ്റ ആൾ കൊണ്ടുവരും. കേട്ടില്ലൊന്നും അറിയില്ല. നമ്മൾ മനസ്സിലാക്കാൻ യോഗക്ഷേമസഭയും ശ്രമിച്ചിട്ടില്ല. ഇതൊരു സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നമ്മൾ വെറും സൂര്യ നമ്പൂതിരിമാരായിരുന്നില്ല, ലോകത്തിന് വെളിച്ചം പ്രവേശിപ്പിച്ച സൂര്യൻ നമ്പൂതിരിമാരായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടുത്തൽ ഉത്തരവാദിത്വം യോഗക്ഷേമസഭയ്ക്കാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇതെങ്ങനെ മാത്രം മറ്റു മേഖലകളുണ്ട് പറയുന്നത്. ജ്യോതിഷത്തിനെ കുറിച്ച് തെച്ചിട്ടില്ല. ആയിക്കോട്ടെ, കേരളത്തിന്റെ സമസ്ത സാമൂഹ്യ മേഖലകളിലും വലിയ സംഭാവന ചെയ്ത മനസ്സിലാക്കണം. ജയദേവൻ എന്ന് പറയുന്ന ആള് 15-ാം നൂറ്റാണ്ടിൽ മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ഗണിതഗ്രന്ഥം എഴുതി. അതിന്റെ പേര് യുക്തിഭാഷ എന്നാണ്. ഭക്തിഭാഷ എന്നല്ല, യുക്തിഭാഷ എന്നാണ്. നമ്മുടെ യുക്തിക്കാണ്ട് ആചാരമാർഗം നടത്തുന്ന ആളുകളാണെന്ന് പറയുന്ന ആളുകളല്ലേ. ഇന്നും അതിന്റെ തെറ്റ് കണ്ടുപിടിക്കാനില്ല. അതിന്റെ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു പരിഭാഷയിലായിട്ടൊരു സ്റ്റഡി നടത്തി കഴിഞ്ഞ് പറഞ്ഞു, സുരേഷ് ഞാനതിന്റെ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. 15-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം
എഴുത്തച്ഛന് സമകാലീനായിരുന്നു. എഴുത്തച്ഛനാണ് മലയാള ഭാഷ ശക്തമായിട്ട് കൊണ്ടുവന്നത്. പക്ഷെ തിരുവ് മലയാളത്തിൽ തിരുവിടാനായിട്ട് തിരുവ് മലയാളത്തിൽ കെട്ടദേവൻ പുസ്തകം ആത്മീയ സംസ്കൃതി പ്രദർശനം ചെയ്തത് ഇപ്പോഴും തെറ്റ് കണ്ടെത്താൻ പറ്റാത്ത പുസ്തകമാണ്. അമൂല്യമായ പുസ്തകമാണ്. ലോകത്തെ ഇംഗ്ലീഷിൽ പ്രദർശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പ്രദർശനം ചെയ്യുക ആർക്കറിയാം? 55 വർഷം മലർന്നു കിടന്ന് ഗ്രഹണം കണ്ടെത്തിയ വളശ്ശേരി പരമേശ്വരനും പരമേശ്വരന്റെ മകൻ നാരായണനും ശങ്കരനും ആര് കേട്ടിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ശിഷ്യൻ കടലൂർ സോമയാജിയുണ്ട്, നീലകണ്ഠ സോമയാജി. അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ ഞാൻ പറഞ്ഞ രക്തദേവന്റെ ഗുരുവും ഒപ്പം തന്നെ എഴുത്തച്ഛന്റെ ഗുരു. എഴുത്തച്ഛന്റെ ഗുരു അതെ. അതുകൊണ്ട് അത്തരത്തിലുള്ള അദ്ദേഹം ഒരു ഒരു ആദ്യപടിയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഷ്യമുണ്ട്. മഹാഭാഷ്യം എന്നാണ് പറയുന്നത്. ലേഖനാഭാഷ്യപ്പെട്ടത് മഹാഭാഷ്യമാണ്. ആദ്യം മഹാഭാഷ്യമുള്ളൂ. ഏതാണ് മഹാഭാഷ്യം? പ്രഖ്യാപനം സാക്ഷ്യപ്പെടുത്തിയതിനെ ഒരുപാട് പേരില്ലേ? ആ ഒരു ഭാരതത്തിൽ ഒരേ മഹാഭാഷ്യമുള്ളൂ. ഇതിലൊന്ന് പറയൂ. മഹാഭാഷ്യം എന്ന് പറയുന്നത് അഷ്ടാധ്യായിക്ക് പാണിനി എഴുതിയ മഹാഭാഷ്യം. വേറെ ഒന്നും ഇവർ ശങ്കരന്റെ പോലും മഹാഭാഷ്യമായിട്ട് കണക്കാക്കിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹം പറയാണ് ഇതൊരു മഹാഭാഷ്യം, ഇതൊരു മഹാഭാഷ്യമാണ്. പരിശോധിക്കണം പുസ്തകം. യാതൊരു സൗമ്യാസിയാണ്. യുക്തി അല്ലാണ്ട് രാഹുൽ എഴുതുക പാമ്പര വീഴുന്ന അർത്ഥത്തിൽ നല്ല ചെയ്തത്. 55 വർഷം ഗ്രഹണത്തെ മാത്രം സൂചിപ്പിച്ചു. എന്തിനാണ് ഇത് സൂചിപ്പിക്കുന്നത്? ഈ ചലനങ്ങൾക്ക് അറിയണമെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നത് ഗ്രഹണ സമയത്തേക്കുള്ളൂ. കാരണം ഗ്രഹണം നേരത്തെ തീരുമാനിക്കും, കണക്കൂട്ടും, ഇത് ഗ്രഹണം നോക്കും, വ്യത്യാസം തെളിവ് നോക്കും, വീണ്ടും അതിനെ സ്ഫുടം ചെയ്യും. ഇങ്ങനെയാണ് ചെയ്തത്. ഇവരെല്ലാവരും ബാലബോധങ്ങൾ എഴുതിയിരുന്നു. അടുത്ത തലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവസാനിക്കാൻ പാടില്ല. ഈ ശാസ്ത്രത്തിൽ അവസാനിക്കുന്നതല്ല. കടലൂർ സ്വാമിയായി പറഞ്ഞു ഞാൻ കുട്ടികളെ എല്ലാ കാര്യങ്ങളും പറയും. കുട്ടികൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കില്ല, വഴി മാത്രമേ പറഞ്ഞു കൊടുക്കൂ. വിദ്യാഭ്യാസം നമ്മൾ ഇപ്പൊ നമ്മുടെ അതിലെങ്ങനെയാ എനിക്ക് ഉത്തരം കൊടുത്താൽ അത് എ ആണോ ബി ആണോ സി ആണോ ബി ആണോ എടുക്കാം. പരിപാടി എല്ലാം കഴിയും. അസാമാന്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പൂർവാംശങ്ങൾ നിലനിന്നിരുന്ന നേതൃത്വം കൊടുത്തൊരു സമുദായമായിരുന്നു നമ്മുടെ. വേദത്തിന്റെ കാര്യങ്ങൾ അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരാണ് എന്നുള്ളത്, നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എന്തൊക്കെയാണ്, നമ്മുടെ കയ്യിലുള്ള വിധികൾ എന്തൊക്കെയാണ്, സമ്പത്ത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ കഴിയുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇന്ന് യോഗക്ഷേമം. കാരണം 30,000% 40,000 വേറെ 39,000 സംഘടനയില്ല. ആര് ജീവനിലേക്ക് ചെയ്യേണ്ടത്? അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചോദിപ്പിക്കാനും നേതൃത്വം കൊടുക്കാനും ശ്രമിക്കണം. ഇതാണ് ഒരു കാര്യമാണ്. അത്തരത്തിൽ എത്ര കാര്യം പറഞ്ഞു. മറ്റൊരു കാര്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ് സാമൂഹ്യ സാമ്പത്തിക വികാസ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ചു. 14 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ തിരുവനന്തപുരത്ത് 16 വർഷമുള്ളൂ യോഗക്ഷേമ സംസ്ഥാന സമ്മേളനത്തിന്റെ ചർച്ചയ്ക്ക് ശേഷം ഞാനൊന്ന് ഇവിടെ വിട്ടതി അതിനുമായിട്ട് വിശദമായ ചർച്ച നടത്തി. അത് മറ്റൊരു ചർച്ച എന്തായിരുന്നു വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നഷ്ടപ്പെടാതെ തന്നെ കാര്യങ്ങൾ. 1972 വീട്ടിൽ ഏകദേശം കണ്ടത് ദശകമാരുടെ കൂടെ വീട്ടിൽ കണ്ടപ്പോൾ കാര്യം നമ്പൂരിമാർക്ക് ചോറയും പോയിട്ട് തലച്ചോറ് പോയിട്ടില്ല. വീട്ടിൽ പറഞ്ഞ വളപ്പിലേക്ക് നമ്മൾ ഇവൻ തലച്ചോറ് പോയില്ല. ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന
കാര്യങ്ങളെ കാണുന്ന ബ്രാഹ്മണ സ്വഭാവത്തിന് ഉപയോഗിക്കുക വളരെ വിശാലമായിട്ട് ബൃഹത്തായിട്ട് കാര്യങ്ങളെ കാണുകയും എല്ലാ വശങ്ങളും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു കാണാത്ത വ്യക്തിമാരല്ലാത്ത രീതിയിലുള്ള ചിന്താധാരയ്ക്ക് കഴിവുള്ള 100 കണക്കിന് നമുക്ക് എന്ന് പറയുമ്പോൾ സ്ത്രീകളെ പുരുഷന്മാരെ മാറ്റിയിട്ടില്ല ഞാൻ പറയുന്നുണ്ടോ വ്യത്യാസത്തിന് കാരണം ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ചെറിയമാരുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു എന്താണ് നാമകരണം എന്നൊരു പേരോട് ഇവിടെ ആൺകുട്ടിയുടെ അതുകൊണ്ട് ഹോമനാണ് അത്തരത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പുരുഷൻ എന്നുള്ള നമ്മളുടെ ദർശന കാഴ്ചപ്പാട് ഒരു ഓർഗാനിസം എന്നുള്ള രീതിയിൽ മാത്രമാണ്. പുരുഷവനം എന്ന് പറയുന്നത് പുരുഷനെ നിർമ്മിക്കുന്ന പുരുഷ ജന്മം പൂർണ്ണമാക്കുന്ന ഒരു സംഗതിയാണ്. സ്ത്രീയോ പുരുഷോ എന്ന അർത്ഥത്തിലല്ല. പുരുഷന്റെ അർത്ഥത്തിൽ ഒരിക്കലും ദർശനത്തിൽ പുരുഷന്റെ അർത്ഥത്തിൽ ആയുർവേദിക്കോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ റിസർച്ചിലോ പുരുഷന്റെ സങ്കല്പം ആണ് പെടുന്നതല്ല. ലിംഗം എന്ന അർത്ഥവും ആണ് പെടുന്ന അർത്ഥത്തിലല്ല. സത്യമാണ്. കാരണം ഈ കാഴ്ചപ്പാട് നമ്മളെ മാത്രം ബാധിക്കുന്നില്ല, സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ സമൂഹത്തിലെ മൊത്തം പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു സമൂഹമായിട്ട് അല്ലെങ്കിൽ ഒരു വിഭാഗമായി നമ്പൂതിരിമാർ മാറിയാൽ മാത്രമേ എണ്ണത്തിൽ കുറവാണെങ്കിലും അന്ന് നമ്പൂതിരിമാരോട് വന്നപ്പോൾ അവരുടെ അറിവിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ സമുദായങ്ങൾ മറ്റ് സമുദായങ്ങൾ നമ്പൂതിരിമാരെ അംഗീകരിക്കുകയും ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും രാജാക്കന്മാർ അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ അറിവ് നമ്മൾ അടച്ചോ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ സൂക്ഷ്മം പരിശോധിക്കുന്നു. നേരെ പറഞ്ഞ സംബന്ധമാണ് കൂട്ടായ്മ വളർന്നതാണ്. ഞാൻ പറഞ്ഞത് തോന്നുന്നില്ല. അപ്പൊ ഒന്ന് അറിവിനെ സംബന്ധിച്ച ഒന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും ചിത്രമാണ കോളേജിൽ പോലെ ആവുന്നത് ഇത് വലിയ ദുരന്തമുണ്ട്. ഞാൻ പിന്നെ പറയുന്നത് സമരം സമരങ്ങൾ. രണ്ടാമത്തെ കാര്യം നമ്മുടെ സമയത്ത് നമുക്കുള്ളത് നമ്മുടെ ഭക്ഷണത്തിനെയും ശുചിയെയും കുറിച്ച് എന്തൊക്കെ ആരൊക്കെ പുറത്തു പറഞ്ഞാൽ മനസ്സിൽ വലിയ ബഹുമാനം ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആ കാര്യത്തിൽ ഒരു സമയത്ത് പ്രശംസയുടെ അവസ്ഥയുണ്ട്. ഞാൻ 1 വർഷം കഴിക്കാണ്. ഇല്ല ഏതെങ്കിലും ഒന്നുമില്ല. അദ്ദേഹം ഒന്ന് നോക്കൂ. പക്ഷേ പിണറായി പറയണ അദ്ദേഹത്തിന് ഇല നോക്കൂ എത്ര വൃത്തിയായിട്ട്. നമ്മുടെ ഇല നോക്കൂ വലിയൊരു യുദ്ധം കഴിഞ്ഞ പോലെ മത്സ്യത്തിന്റെ ചൂടും മറ്റതും എല്ലും മുഴുവൊക്കെ ആയിട്ട് കിടക്കും. ഇതിന് വായന ഞാൻ മുന്നോട്ട് പോയത് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അപ്പോ അവരുടെ ഉള്ളിലൊക്കെ പോലും ഇത്തരത്തിലുള്ള ധാരണകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഭക്ഷണ മേഖലയിൽ തന്നെ ലോകത്തിൽ ഒരിക്കലും ഒടുങ്ങാത്ത അവസാനിക്കാത്ത ഒരു നിർമ്മാണ മേഖലയാണ് വാസ്തവത്തിൽ ഭക്ഷണം. ആ മേഖലയിൽ നമുക്കുള്ള വിശ്വാസ്യത എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ 100 സെന്ററുകൾ തിരഞ്ഞെടുക്കുകയും ആ 100 സെന്ററുകളിൽ നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഓപ്പണിംഗ് തുടങ്ങാനുള്ള സംവിധാനം ഉണ്ടാകും. 1-2 ജില്ലകൾക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന ഭക്ഷണം പ്രിപ്പയർ ചെയ്യാവുന്ന സംവിധാനം ഉണ്ടാക്കും. മിഷനറി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അവിടെ മാത്രം ഉണ്ടാക്കേണ്ടത് ദോശയോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അവിടെ കൊടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ നടത്തുന്ന ഒരു വിഭാഗം അഭിയാനത്തിൽ കിടക്കണം. ഒപ്പിക്കാൻ സംഭവിക്കുന്നത് ക്രിസ്ത്യാനിയാണ് അത് ചെയ്യേണ്ടത്. കാലത്ത് അവിടെ ജീവനക്കാരുടെ ഭക്ഷണം ഉൾപ്പെടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയാണ് വരുന്നത്. അങ്ങനെ അതിലെന്താ വെച്ചാൽ നമ്മുടെ നമ്പൂതിരി സമുദായത്തിൽ വളരെ ഉയർന്ന തലത്തിൽ വലിയ പങ്കാളിത്തം വലിയ നേതൃത്വ സ്ഥാനങ്ങൾ വഹിക്കാവുന്ന ആളുകൾ ഇങ്ങനെ വിദ്യാഭ്യാസമില്ലാത്ത ഈ പ്രായം കൂടിയ വരുമാനം കുറഞ്ഞ സാധാരണ കുടുംബാംഗങ്ങളുണ്ട്. ഇവർക്ക് എങ്ങനെ ലിങ്ക് ചെയ്യുന്നതാണ് തോന്നുന്നത്. നമുക്ക് ഇതിനാവശ്യമായിട്ട് ഉപ്പിലിട്ടുന്ന ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാം. പക്ഷേ കാര്യം നമ്മൾ ആരെങ്കിലും പരിശോധിച്ച് ഗുണനിലവാരം ഉപയോഗിക്കുകയും അതിനെ സഹായിക്കുകയും കൃത്യമായി എടുക്കുകയും ചെയ്യും. അവിടെ ഉപയോഗിക്കാം. 100 സെന്റർ എന്ന് പറഞ്ഞാൽ 100 വിപണന കേന്ദ്രങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ലിങ്ക് ചെയ്യുന്നതാണ്.
പക്ഷെ അവർ ഈ ലിങ്കിങ്ങില്ല. ഞാൻ സംസാരിച്ചു അമ്മാറ്റിയുള്ള സംവിധാനം സാധ്യത കേരളത്തിലെ വീട്ടിലിരിക്കുന്ന നമ്പൂതിരി സ്ത്രീകൾ ഉൾപ്പെടെ ഭാഗമാക്കാവുന്ന വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന സമുദായത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾക്ക് ജോലി സംവിധാനം നൽകാൻ പറ്റുന്ന സംവിധാനം 14 വർഷം മുമ്പാണ് ഞാൻ 2010 ഞാൻ സംസാരിച്ചു. പല പ്രാവശ്യം പിന്നീട് സംസാരിച്ചു. ചേട്ടാ നമുക്ക് സംസാരിക്കാം, വിശദമായി സംസാരിക്കാം. അദ്ദേഹം അത് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആന്തരികമായി നമ്മൾ എങ്ങനെ മാറണമെന്നതിനെ കുറിച്ചുള്ള വിശദമായ ചിന്തകളും പഠനങ്ങളും അതിന് ബന്ധപ്പെട്ട ആളുകളെ സംഘടിപ്പിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ നമ്മളുടെ ചില പ്രസിദ്ധീകരണങ്ങളും പലപ്പോഴും ഭേദപ്പെട്ട കാര്യമാണെന്ന് രാമനെയാണ്. ഈവൻ പിന്നെ എനിക്ക് പിടിച്ചിട്ടുണ്ട് ലോകക്ഷേമ സഭയുടെ ഇന്നലെ ഒരു എഡിറ്റോറിയൽ ബോർഡ് ചെയ്യണം. ഓൺലൈനിൽ ഒരു എഡിറ്റോറിയൽ ബോർഡ് കൂടും. ഞാൻ ആരോടും ചോദിച്ചിട്ട് വേണമല്ല, ഇതിനെ എഡിറ്റോറിയൽ ഞാൻ പല അവരോട് ചോദിച്ചു. അവർ അല്ല ചേട്ടാ തിരക്കായി കൂടാൻ തന്നെ ഞാൻ ഇതിനെ രാജിവെച്ച് പോയി വീണ്ടും ഞാൻ നിങ്ങളോട് എതിർപ്പുണ്ടാക്കണ്ടായിട്ടുണ്ടോ? എന്നെ പിടിച്ചാൽ ഇവിടെ കൊണ്ടിട്ടതാ. നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇന്ന് ജില്ലയിലെ പ്രവർത്തനം ഇന്നലെ വൈകുന്നേരമാണെന്ന് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമല്ല, ആലോചിച്ച് കൃത്യമായ മുൻധാരണകളോടെ നമ്മുടെ മാത്രം പ്രശ്നങ്ങളല്ല, സമൂഹത്തിന്റെ മൊത്തം പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആശയങ്ങളും സംവിധാനങ്ങളും കേരളത്തിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു സമുദായമാണ് നമുക്ക് ഈ സമുദായമെന്നും അത് തെളിയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വവും ബാധ്യതയും ലോകക്ഷേമ സഭയ്ക്കുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. വിദ്യാർത്ഥികളുടെ തുടർന്ന് ചർച്ചയ്ക്കും ബാക്കിയുള്ള തുടർന്നുള്ള വിഷയങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുകയാണ്. ഓരോ വിഷയം പ്രത്യേകം ചർച്ച ചെയ്യണമെന്നുണ്ട്. അത് അവസരമുണ്ടാകുമെന്നും അത്തരത്തിൽ കേരളത്തിന്റെ കേരള സമൂഹത്തിൽ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ യോഗക്ഷേമ സമിതി നമ്മുടെ സമുദായത്തിൽ ഒരു വലിയ നേതൃത്വം ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ എന്റെ വാക്കുകൾ നോക്കുന്നു. ആശയങ്ങൾ മാത്രമേ ഉള്ളൂ, ചെറിയ ചിന്തകൾ തന്നെയായിട്ടുള്ളൂ. നമുക്കത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ഡോക്യുമെന്റ് പോലെ ആക്കിയാൽ കുറച്ചും കൂടി അത് ഏത് മേഖലയിൽ എങ്ങനെ മുന്നോട്ട് പോകണം, ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണം, ആ പ്രോജക്റ്റിന്റെ എക്സിക്യൂഷൻ ലെവലിൽ എങ്ങനെ വേണം, അങ്ങനെ ഇപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞു പോയി അടുത്ത ക്യാമ്പിലോ പിന്നെ ചർച്ച ചെയ്യാം. അല്ലാതെ പ്രായോഗികമാക്കാൻ എങ്ങനെ പറ്റും, അതിന് ഒരു നേതൃത്വം അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് വിഷൻ ഡോക്യുമെന്റ് കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അർത്ഥവത്താവെന്ന് തോന്നുന്നു. അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ പദ്ധതിയിലുള്ളതാണ് ഒരു ക്രിയാപരിഷ്കരണം എന്നുള്ളത്. അതിങ്ങനെ ഈ എല്ലാ സ്മൃതികളും വേദങ്ങളെ ആശ്രയിക്കുന്ന ശ്രുതികൾ, അങ്ങനെ ശ്രുതികളെ ആശ്രയിക്കുന്ന സ്മൃതികൾ കാലാകാലങ്ങളിൽ അത് പരിഷ്കരണങ്ങൾ വന്നിട്ടുണ്ട്. അനവധി കാലമായി പരിഷ്കരണങ്ങളൊന്നുമില്ല. ഇപ്പോൾ ലഭ്യമായ പണ്ഡിത സദസ്സ് വിളിച്ചുകൂട്ടി ഈ ക്രിയാപദ്ധതികളെ പറ്റിയിട്ടൊരു ചർച്ച, ഒരു സെമിനാർ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഹിരൺമയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ. അത് മെയ് മാസത്തിൽ സൺഡേ ആണ്, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ മൊത്തം ക്രിയ അവഗണിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പരിഷ്കരിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പഠനം. അപ്പോൾ ഈ രംഗത്തുള്ള എല്ലാ വൈദികന്മാരെയും വിളിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം. അപ്പോൾ ഈ 1 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ അല്ല, ഒരു 5 കൊല്ലത്തിനകം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്നുള്ള ശ്രമം തന്നെയാണ് അത് ഹിരൺമയം നടത്തുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ചില ഈ ആശയങ്ങൾ, ഇപ്പോൾ സ്വാമിജി പറഞ്ഞ വളരെ ആശയങ്ങളാണ്, അതേപോലെ സുരേഷ് ജി പറഞ്ഞത് ആശയങ്ങളാണ്. അതിനെ നമ്മൾ എങ്ങനെ ക്രിയാത്മകമായിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ള എല്ലാവരും വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. അതിനൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ കുറച്ച് എനിക്ക് വളരെയധികം ഹൃദ്യമായിട്ടും നടപ്പാക്കാൻ സാധ്യതയുള്ളതെന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് മെൻഷൻ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒന്ന്, നമ്മൾ അടിമതികൾ സുരേഷ് നാരായൺ സാർ പറയുന്നത് നമ്മുടെ ദൗർബല്യങ്ങളെ നമ്മൾ പരിഗണിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമാണത്. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആ ദൗർബല്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അത് അതിജീവിക്കാനുള്ള ഒരു മാർഗം നമ്മൾ നോക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒന്നുള്ളത്, നമ്മുടെ ഇപ്പോൾ തന്നെ യോഗക്ഷേമ സഭയിലാകെ 40,000 അംഗങ്ങളെ മെമ്പർമാരായിട്ടുള്ളൂ.
2.5 ലക്ഷത്തിൽ എത്ര പറയാൻ അത്രയും ആൾക്കാരെ നമുക്ക് സംഘടിപ്പിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ അത് നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ സമാന സംസ്കാരമുള്ള ആൾക്കാരെ നമ്മുടെ ഈ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കോർഡിനേഷൻ രൂപീകരിച്ചു കഴിഞ്ഞ് നമ്മുടെ ശക്തി കൂട്ടുക എന്നുള്ള ആ ഒരു ആശയം അതും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രഗത്ഭമതികളായിട്ടുള്ള കുറേ ആൾക്കാരുടെ പേരുകളൊക്കെ നോക്കിയാൽ 100-ൽ 90 ആളും നമ്മളിൽപ്പെട്ടവരാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ബാക്കിയുള്ള ആൾക്കാരും ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ 1-2 മുൻ തലമുറകൾ നമ്പൂതിരിമാരാണ് എന്നും കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതേപോലെ നായർ സമുദായത്തിലായാലും അതേപോലെ മറ്റുള്ള സമുദായത്തിലും ഈവൻ ക്രിസ്ത്യൻ സമുദായത്തിലായാൽ പോലും ഒരു 3 തലമുറയ്ക്ക് മുമ്പ് ആ ഒരു ബ്രാഹ്മണ സംസ്കാരം നിലനിന്നിരുന്ന കുടുംബങ്ങളിലുള്ള ആൾക്കാരായിരിക്കും സമൂഹത്തിൽ ഇതേപോലെ പ്രഗത്ഭൂതികളായിട്ടുള്ള ആൾക്കാരെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അത് കാരണം നമ്മളുടെ ഈ ഇലച്ചോറ് നമുക്ക് ഇല്ലാണ്ടായിരിച്ചാലും തലച്ചോറില്ല എന്നുള്ളത് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേറെ ഒന്നാണ് ആചാര്യ സദസ്സ് കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇന്നിപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ എത്രയൊക്കെ നമ്പൂതിരിമാരെ മറ്റുള്ള ആൾക്കാരെ അവഹേളിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ചും ക്ഷേത്രവും ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും തന്ത്രിമാരോട് ഒരു ഉപദേശം ചോദിച്ച് തന്ത്രിമാരുടെ ഉപദേശത്വം വിലക്കെടുത്തുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ സമൂഹം, എൻ്റെ ഒരു വിശ്വാസമാണ്, ഇന്നത്തെ സമൂഹം ഒരു അവസാന തീരുമാനം എടുക്കണമെന്നാണ് പല കമ്മിറ്റികളുടെയും ഭാരവാഹികളൊക്കെ ഈ അമ്പലത്തിനോടും അതേപോലെ അതൊക്കെ ബന്ധപ്പെട്ട ഊരായ്മക്കാരോടാണെങ്കിലും തന്ത്രിമാരെയാണെങ്കിലും സമീപിച്ച് കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള അസ്തിത്വം നമ്മൾ നിലനിർത്തുന്ന നമുക്ക് പൊതുസമൂഹത്തിൽ നല്ലൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം കളഞ്ഞു കുളിക്കാതെ ഇരിക്കാനായിട്ട് നമ്മുടെ ജീവിത രീതിയും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉന്നമനം സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം വനിതാ സഭയുടെ കീഴിലാണ് ചെയ്തത്. സാമ്പാർ പൊടിയും ചട്നിപ്പൊടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്പൂതിരിമാരുടെ ഇടയിൽ വളരെ പ്രചാരമായ ഒരു വാക്ക് തന്നെയാണ്, ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് കൊടുത്തത്. ആത്തേമാർ എന്നാണ് പേര്, ബ്രാൻഡിൻ്റെ പേര് ആത്തേമാറാണ്. അപ്പോൾ ഒരുപാട് ഓർഡറുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 ഐറ്റംസ് മാത്രമാണ് ചെയ്തത്, സാമ്പാർ പൊടിയും പിന്നെ ചട്നിപ്പൊടിയാണ്. അപ്പോൾ വെള്ളാങ്കല്ലൂർ ഉപസഭയിൽ ഇപ്പോൾ നമ്മൾ വനിതാ കൂട്ടായ്മയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് സ്പിരിച്വലി ആണെങ്കിലും നമ്മൾ എല്ലാ മാസവും നാരായണീയം പ്രദർശനം വെച്ച് എല്ലാ ഇല്ലങ്ങളിലും, ഒരുപക്ഷെ തുടക്കത്തിൽ ആരും അത്ര ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ഇല്ലത്ത് വെച്ച് ചെയ്യാം എന്ന ഒരു മാറ്റം, അതൊരു പോസിറ്റീവായ മാറ്റമാണ്. അത് പ്രത്യേകം ചെയ്യുന്നുണ്ട്. പിന്നെ മാതൃപഞ്ചകം ഞങ്ങളത് എല്ലാവരും പഠിച്ച് ബൈഹാർട്ട് പഠിച്ചിട്ട് അത് ഈവൻ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി പോലും അത് പഠിച്ച് ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ ശങ്കരാചാര്യ ദർശനം അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. ശങ്കരാചാര്യരുടെ ആ ഒരു ഇതിലാണല്ലോ യോഗക്ഷേമ സഭയുടെ ആ ഒരു ഇത് വരുന്നത്. അത് കാരണം തന്നെ നമ്മൾ മാതൃപഞ്ചകം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും പഠിക്കണം. അമ്മയെ ഓർക്കുന്നതിൽ പരം വേറെ ഒന്നുമില്ല, അല്ലേ? ഇമോഷണലായിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിട്ടില്ല അമ്മ മരിച്ചിട്ട്. പിന്നെ ഒറ്റ മകളാണ് ഞാൻ. പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഇത് വന്നു. അല്ല, അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ആ ഒരു അവസ്ഥയിൽ നിന്ന് പൗരത്രികത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്കൊരു മാറ്റം വന്നത്. അതുകൂടി ഇവിടെ പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ആ കവിതാരചനയിലേക്ക് വരാനും ഒരുപക്ഷെ അത് കഴിഞ്ഞ് സംഘഗാനം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ എന്താണ് ആ ഒരു വിഷമത്തിൽ നിന്ന് ഒരു മാറ്റം അത് വന്നത്. അതും ഒരു യോഗക്ഷേമ സഭയ്ക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റും പൂർണ്ണമായും ഞാൻ നൽകുകയാണ്.
അത് കഴിഞ്ഞ് കൂടുതൽ ഉപസഭാ പ്രവർത്തനങ്ങളിലേക്ക് വരാനും അത് എന്താണ് എന്നെ മുന്നോട്ട് നയിച്ചു. അപ്പോൾ ഇവിടെ ആ ഒരു എന്താണ് പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ഓർഡറുകളൊക്കെ വന്നു തുടങ്ങി. പേര് ആർത്തേമാർ എന്നാണ്. ഇപ്പോൾ ഇവിടെ സുരേഷ് നാരായൺ അദ്ദേഹത്തിന് ഇത് കൈമാറിക്കൊണ്ട് ഇവിടെ കൈമാറണം എന്ന് വിചാരിച്ചു. അപ്പൊ അത് മാത്രമാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അദ്ദേഹത്തിനുള്ളത് മാത്രം. പറ്റു പറഞ്ഞ പോലെ വരവെല്ലാം വരട്ടും എന്നുള്ളതാണ് സംഗതി. വീണ്ടും പക്ഷമാണല്ലോ. ഏതായാലും അത്തരത്തിലുള്ള ഈ സംരംഭം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ആ സംരംഭം വളരെ വിജയമാകട്ടെ. ഒപ്പം തന്നെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ, എൻ്റെ കൂട്ടായ്മ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് ആശംസിക്കാറുള്ളത്.